വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ദിവസത്തിന് പരിസമാപ്തി കുറിച്ചുകൊണ്ട് CPIM VS സംസ്ഥാന സമ്മേളനത്തിൽ നിന്ന് വിട്ടുനിന്നതിൽ നയം പ്രഖ്യാപിച്ചിരിക്കുന്നു. VS ചെയ്തത് തെറ്റാണ്. വിലപേശാൻ പാർട്ടി ആരെയും അനുവദിക്കുന്നില്ല. VSന് തെറ്റ് തിരുത്തി തിരിച്ചു വരാം. ഇത് പ്രകാശ് കാരാട്ട്, പാർട്ടി ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ട് VS അച്യുതാനന്ദനെ വിളിച്ച് അറിയിച്ചിരിക്കുന്നു. ഇനി VSന്റെ കോർട്ടിലാണ് പന്ത് എന്ന് കോടിയേരി ബാലകൃഷ്ണൻ പ്രഖ്യാപിച്ചിരിക്കുന്നു. VS നാളെ രാവിലെ 11 മണിക്ക് വാർത്താലേഖകരെ കാണുമെന്നും തൻ്റെ നിലപാട് അറിയിക്കും എന്നും വാർത്തകളുണ്ട്. ഇപ്പോൾ അദ്ദേഹം ഉള്ള തിരുവനന്തപുരത്തെ ഔദ്യോഗിക വസതിയായ കന്റോൺമെന്റ് ഹൗസിന് മുമ്പിൽ മാധ്യമങ്ങൾ അദ്ദേഹത്തിൽ നിന്നുള്ള സൂചനകൾ കിട്ടുന്നതിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. അവിടെ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ബാലകൃഷ്ണൻ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. ബാലകൃഷ്ണൻ, എന്താണ് ഇപ്പോൾ കന്റോൺമെന്റ് ഹൗസിന് മുമ്പിലെ സ്ഥിതി? ബാലകൃഷ്ണനിലേക്ക് എത്താം. വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ CPIM സംസ്ഥാന സമ്മേളനത്തിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇതാ ബാലകൃഷ്ണൻ എത്തിയിരിക്കുന്നു. ബാലകൃഷ്ണൻ, കന്റോൺമെന്റ് ഹൗസിന് മുമ്പിൽ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? മാധ്യമപ്രവർത്തകരിലേക്ക് VS എന്ത് നിലപാട് സ്വീകരിക്കും എന്നതിനെക്കുറിച്ച് എന്തെങ്കിലും സൂചനകൾ ആധികാരികമായ വിധത്തിലോ അനൗപചാരികമായ വിധത്തിലോ ലഭ്യമായിട്ടുണ്ടോ? ബാലു, തീർച്ചയായും പ്രകാശ് കാരാട്ട് ഇപ്പോൾ VS അച്യുതാനന്ദനെ വിളിച്ചിരിക്കുന്നു എന്നതാണ്. തീർച്ചയായും പ്രകാശ് കാരാട്ട് ഇപ്പോൾ VS അച്യുതാനന്ദനെ വിളിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത. അതോടൊപ്പം തന്നെ VS അച്യുതാനന്ദൻ നാളെ 11 മണിക്ക് മാധ്യമപ്രവർത്തകരെ കാണും എന്നതാണ് മറ്റൊരു പുതിയ വാർത്ത. നാളെ 11 മണിക്ക് VS അച്യുതാനന്ദൻ മാധ്യമപ്രവർത്തകരെ കാണും. അദ്ദേഹം നാളെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ സാധ്യതയില്ല എന്ന സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഏതായാലും നാളെ 11 മണിക്ക് VS അച്യുതാനന്ദൻ മാധ്യമപ്രവർത്തകരെ കാണുകയും തന്റെ നിലപാട് ജനങ്ങളോട് പറയുകയും ചെയ്യുമെന്ന് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. നാളെ 11 മണിക്ക് ആണ് സമയം നിശ്ചയിച്ചിരിക്കുന്നത്. ഏതായാലും പ്രകാശ് കാരാട്ട് VS അച്യുതാനന്ദനെ വിളിച്ചതിന് ശേഷവും VSന്റെ നിലപാടിൽ മാറ്റമില്ല എന്ന സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. സമ്മേളനത്തിൽ പങ്കെടുക്കുക മാത്രമല്ല തന്റെ ഉദ്ദേശം. 11 മണിക്ക് VS വാർത്താലേഖകരെ കാണും എന്ന തീരുമാനം ആരാണ് മാധ്യമപ്രവർത്തകരെ അറിയിച്ചത്? ആ ഉറവിടത്തെ വെളിപ്പെടുത്താമോ? 11 മണിക്ക് മാധ്യമങ്ങളെ കാണുന്നുള്ളൂ എന്ന തീരുമാനം ആരാണ് അറിയിച്ചത്? വളരെ നിർണായകമാണത്. അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്നാണ് ഇത് അറിയിച്ചിരിക്കുന്നത്. പറഞ്ഞ ആളുടെ പേര് പറയുന്നതിൽ ഒരു പ്രശ്നമുണ്ട്. അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് അറിയിച്ചതാണ് ഇക്കാര്യം. ഏകദേശം നാളെ 11 മണിക്ക് തന്നെയാണ് പത്രസമ്മേളനം. അദ്ദേഹം സമ്മേളനത്തിൽ പങ്കെടുക്കുന്നില്ല എന്ന സൂചനയും ലഭ്യമായിട്ടുണ്ട്. ചന്ദ്രശേഖരൻ, ബാലകൃഷ്ണനാണ് വളരെ പ്രധാനപ്പെട്ട വിവരം. തിരുവനന്തപുരത്ത് VS അച്യുതാനന്ദന്റെ ഔദ്യോഗിക വസതിയായ, പ്രതിപക്ഷ നേതാവിന്റെ വസതിയായ കന്റോൺമെന്റ് ഹൗസിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. ബാലു, ലൈനിൽ തന്നെ തുടരുക. 11 മണിക്ക് പ്രകാശ് കാരാട്ട് വിളിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് വളരെ പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം പ്രഖ്യാപിക്കാനുള്ള എല്ലാ അവസരവുമുണ്ട്. നാളെ 11 മണിക്ക് VS അച്യുതാനന്ദൻ മാധ്യമപ്രവർത്തകരെ കാണുന്നുള്ളൂ. അങ്ങനെ ഒരു സൂചന VSന്റെ ഓഫീസിൽ നിന്ന് നൽകുന്ന നിലയ്ക്ക് അദ്ദേഹം മറ്റു രീതിയിലുള്ള ആലോചനകളിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്ന സൂചനയാണ് ലഭിക്കുന്നത്. അതാണ് ബാലകൃഷ്ണൻ വിശദീകരിക്കുന്നത്. സംസ്ഥാന സമ്മേളനത്തിലേക്ക് തിരികെ പോകാനുള്ള സാധ്യത, തെറ്റ് തിരുത്തിക്കൊണ്ട് പാർട്ടിയിലേക്ക് തിരികെ പോകാനുള്ള സാധ്യത, പാർട്ടിയുടെ സമ്മേളന വേദിയിലേക്ക് തിരികെ പോകാനുള്ള സാധ്യത ഉപയോഗിക്കേണ്ട എന്ന് അച്യുതാനന്ദൻ തീരുമാനിക്കുന്നു എന്ന സൂചന അങ്ങനെയാണ് ലഭിക്കുന്നത്. ബാലു, കൂട്ടിച്ചേർക്കുക കൂടുതൽ വിവരങ്ങൾ. തീർച്ചയായും VS അച്യുതാനന്ദനെ പ്രകാശ് കാരാട്ട് വിളിക്കുമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ മാധ്യമപ്രവർത്തകരെ ആലപ്പുഴയിൽ വെച്ച് അറിയിക്കുകയും ചെയ്തിരുന്നു. പ്രധാനമായും അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനല്ല, ആദ്യം സമ്മേളനത്തിൽ പങ്കെടുക്കട്ടെ. സമ്മേളനത്തിൽ പങ്കെടുത്ത ശേഷം അദ്ദേഹത്തിന് പറയാനുള്ളത് സമ്മേളനത്തിൽ പറയാം. സെക്രട്ടറി 8ഓളം പോളിറ്റ് ബ്യൂറോ മെമ്പർമാരുണ്ട്. ആ പോളിറ്റ് ബ്യൂറോ മെമ്പർമാരോട് അദ്ദേഹത്തിന് ആവശ്യങ്ങൾ പറയാം. ഇക്കാര്യങ്ങളൊക്കെ പിന്നീട് നമുക്ക് വിശദമായി ചർച്ച ചെയ്യാനൊരു അവസരമുണ്ടാകും. എന്നാൽ അത്തരമൊരു അവസരം സൃഷ്ടിക്കണമെങ്കിൽ തന്നെ VS അച്യുതാനന്ദൻ പാർട്ടി സമ്മേളനത്തിൽ പങ്കെടുക്കണം. അങ്ങനെ പങ്കെടുത്ത ശേഷം മാത്രമേ ഇക്കാര്യം ചർച്ച ചെയ്യാനുള്ള വേദി ഒരുക്കാൻ കഴിയുകയുള്ളൂ. ആദ്യം അതുകൊണ്ട് സമ്മേളനത്തിൽ പങ്കെടുക്കുകയാണ് വേണ്ടത്. സമ്മേളനത്തിൽ അദ്ദേഹം വിട്ടുനിൽക്കുകയല്ല വേണ്ടത്. ഇന്ന് തന്നെ അദ്ദേഹത്തിന് ഇക്കാര്യം ഉന്നയിക്കാനും സംസാരിക്കാനുള്ള അവസരമുണ്ടായിരുന്നു. ചർച്ചയ്ക്ക് ശേഷം ചർച്ചകൾക്ക് മറുപടി പറയുന്നതിന് വേണ്ടി സ്റ്റിയറിംഗ് കമ്മിറ്റി ചേരുന്ന ഘട്ടത്തിൽ VS അച്യുതാനന്ദന് VSന്റെ നിലപാട് സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ പറയാനുള്ള അവകാശവും സാധ്യതയും ഉണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹം സമ്മേളനത്തിൽ പങ്കെടുത്തില്ല. അദ്ദേഹം സാധ്യത ഉപയോഗപ്പെടുത്തിയില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ചെയ്തിരിക്കുന്ന വലിയൊരു തെറ്റാണ്.
സമ്മേളനം നടക്കുന്ന ഘട്ടത്തിൽ സമ്മേളനത്തിന് മാറി നിൽക്കുക എന്നത് വലിയൊരു തെറ്റാണ്. ഈ തെറ്റ് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പ്രകാശ് കാരാട്ട് തന്നെ യോഗത്തിൽ പറഞ്ഞതായി കോടിയേരി ബാലകൃഷ്ണൻ പിന്നീട് പറയുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് ഈ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും മുതിർന്ന നേതാവ് എന്ന രൂപത്തിൽ അദ്ദേഹത്തെ സമ്മേളനത്തിലേക്ക് വീണ്ടും ക്ഷണിക്കാൻ പ്രകാശ് കാരാട്ട് തന്നെ ക്ഷണിക്കും. VS അച്യുതാനന്ദൻ കേന്ദ്ര കമ്മിറ്റി മെമ്പറാണ്. ആ കേന്ദ്ര കമ്മിറ്റി മെമ്പർ കേന്ദ്ര കമ്മിറ്റിയുടെ സെക്രട്ടറി കൂടിയാണ്, ജനറൽ സെക്രട്ടറി കൂടിയാണ് പ്രകാശ് കാരാട്ട്. അതുകൊണ്ട് തന്നെ പ്രകാശ് കാരാട്ടിന് അദ്ദേഹം സമ്മേളനത്തിൽ പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെടാനുള്ള ബാധ്യതയുണ്ട്, അതിന് അധികാരമുണ്ട്. അതോടൊപ്പം തന്നെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ VS അച്യുതാനന്ദന് ബാധ്യതയുണ്ട്, അദ്ദേഹത്തിന് ഉത്തരവാദിത്വം കൂടിയാണ് അത് VS അച്യുതാനന്ദൻ നിറവേറ്റണം എന്നാണ് പ്രധാനമായും പ്രകാശ് കാരാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ അദ്ദേഹം ഈ ആവശ്യത്തോട് പൂർണ്ണമായി യോജിച്ചില്ല. VS അച്യുതാനന്ദൻ തന്റെ ഈ ആവശ്യത്തോട് പൂർണ്ണമായി യോജിച്ചില്ല. താൻ മുന്നോട്ട് വെച്ച നിലപാടും ആവശ്യങ്ങളും ചർച്ച ചെയ്യണം എന്നതാണ് VS ഏറ്റവും പ്രധാനമായി മുന്നോട്ട് വെക്കുന്ന ആവശ്യം. 3 ആവശ്യങ്ങളാണ് നേരത്തെ VS അച്യുതാനന്ദൻ പാർട്ടിയുടെ മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ഇത് ഒരു വിലപേശൽ തന്ത്രമാണ് എന്നാണ് പാർട്ടി വിലയിരുത്തിയത്. അതുകൊണ്ട് തന്നെ ഇത്തരം വിലപേശലിന് മുന്നിൽ കീഴടങ്ങേണ്ടതില്ല എന്ന നിലപാട് പാർട്ടി സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് VS അച്യുതാനന്ദൻ നാളെ മാധ്യമപ്രവർത്തകരെ കാണുകയും തന്റെ നിലപാട് ജനങ്ങളോട് പറയുകയും ചെയ്യുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും അദ്ദേഹം സമ്മേളനത്തിൽ പങ്കെടുക്കില്ല എന്ന സൂചന ഇതോടുകൂടി ലഭ്യമായിട്ടുണ്ട്. മാധ്യമപ്രവർത്തകരെ കാണുന്ന വിവരം VS അച്യുതാനന്ദന്റെ ഓഫീസ് തന്നെയാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ചന്ദ്രശേഖരൻ. ബാലകൃഷ്ണൻ, കൂടുതൽ വിവരങ്ങൾക്കായി പിന്നീട് ബാലകൃഷ്ണനിലേക്ക് വരാം. ഇപ്പോൾ സജീവനിലേക്ക് പോവുകയാണ്. സജീവൻ, എന്താണ് സംഭവിക്കുന്നത്? 11 മണിക്ക്, നാളെ 11 മണിക്ക് മാത്രമാണ് മാധ്യമപ്രവർത്തകരെ കാണുക എന്ന് VSന്റെ ഓഫീസ്, പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസ് തലസ്ഥാനത്ത് മാധ്യമപ്രവർത്തകരെ അറിയിച്ചിരിക്കുന്നു. വീണ്ടും അച്യുതാനന്ദൻ നീട്ടിവെക്കുകയാണ്. മണിക്കൂറുകളുടെ അനിശ്ചിതത്വത്തിലേക്ക് പ്രേക്ഷകരെ, മലയാളികളെ, പാർട്ടിയുടെ ബന്ധുക്കളെ, അനുയായികളെ ഒക്കെ നീക്കി നിർത്തിക്കൊണ്ട് അച്യുതാനന്ദൻ നയം പ്രഖ്യാപിക്കുന്നില്ല. എന്താണ് സംഭവിക്കുന്നത്? സജീവൻ. എല്ലായ്പ്പോഴും ചെയ്യുന്ന പോലെ തന്നെയാണ് അച്യുതാനന്ദൻ ഇപ്പോഴും ചെയ്യുന്നത്. സജീവൻ, VS അന്ത്യശാസനം തള്ളി എന്ന മട്ടിലാണ് ഇപ്പോൾ ദൃശ്യമാധ്യമങ്ങളിൽ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ അവസ്ഥയെ വ്യാഖ്യാനിച്ചുകൊണ്ട് VS അന്ത്യശാസനം തള്ളി എന്ന മട്ടിലാണ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. നാളെ അദ്ദേഹം സമ്മേളനത്തിലേക്ക് തിരിച്ചു പോകില്ല, ആ വാർത്തകൾ എന്ന ഒരു നിഗമനത്തിലേക്കും മാധ്യമപ്രവർത്തകർ, നിരീക്ഷകർ ഒക്കെ എത്തിയിരിക്കുന്നു. കൂട്ടിച്ചേർക്കുക സജീവൻ. അല്ല, തീർച്ചയായിട്ടും അത് അന്ത്യശാസനം തള്ളുന്നവരെ നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. പക്ഷേ ഇപ്പോൾ PB ചെയ്തിരിക്കുന്നത്, PB എടുത്തിട്ടുള്ള തീരുമാനം അത് VSന് ഒരു അവസരം കൂടി കൊടുത്തിരിക്കുകയാണ്. പാർട്ടി സംഘടനാ തത്വങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ ഒരു അവസരം കൂടി തന്നിരിക്കുന്നു എന്ന രീതിയിൽ സാധാരണയിൽ കൊടുക്കേണ്ടതില്ല. അദ്ദേഹം ഇപ്പോൾ ചെയ്തിരിക്കുന്ന അച്ചടക്ക ലംഘനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാവുന്നതാണ്. പക്ഷേ അവൈലബിൾ PB ചേർന്നിട്ട് പോലും അദ്ദേഹത്തോട് പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ ഇതിലേക്ക് വരൂ. പാർട്ടി ജനറൽ സെക്രട്ടറി നേരിട്ടാണ് അദ്ദേഹത്തെ വിളിക്കാൻ നിർദ്ദേശിച്ചിട്ടുള്ളത്. ഒരു പക്ഷേ വിളിച്ചിട്ടുണ്ടാകാം. അപ്പോൾ അത് മാത്രമല്ല, ഇദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് ഈ PB മെമ്പർമാരെ അറിയിക്കാം. അപ്പം ഈ സംസാരിച്ചു കഴിഞ്ഞു, അദ്ദേഹത്തിന് വേണ്ട അവസരങ്ങൾ മുഴുവൻ കൊടുത്തു. എന്നിട്ടും സാധാരണഗതിയിൽ VSനെ പോലുള്ളൊരു നേതാവിനും അല്ലാതെ മറ്റാർക്കാണ് ഇത്ര അവസരം കിട്ടുക? അങ്ങനെ പോലും അവസരം കിട്ടിയിട്ടും വേണ്ട എന്ന് വെക്കുന്നുണ്ടെങ്കിൽ VS പലപ്പോഴും സ്വയം ആത്മഹത്യയിലേക്കുള്ള ഒരു രാഷ്ട്രീയമായ ആത്മഹത്യയിലേക്കുള്ള തീരുമാനമായിരിക്കും പോയിട്ടില്ലെങ്കിൽ എടുക്കുക. കാരണം ഇനി VS ഈ പാർട്ടി സമ്മേളനത്തിലേക്ക് പോയിട്ടില്ലെങ്കിൽ കടുത്ത നടപടിയെടുക്കാൻ PB നിർബന്ധിതമാകും, CC നിർബന്ധിതമാകും. നേരത്തെ പറഞ്ഞത് VS വിരുദ്ധർ ആയി ചർച്ചകളിലൊക്കെ വന്ന് ഇരുന്ന ആളുകൾക്ക് തിരിച്ചടി കിട്ടിയിരിക്കുന്നു. VSന് പുറത്തേക്ക് പോകൂ എന്ന ഒരു സമീപനമല്ല പാർട്ടി സ്വീകരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് മതിയായ പരിഗണന നൽകിയിരിക്കുന്നു. അദ്ദേഹത്തിന് പാർട്ടി സെക്രട്ടറി നേരിട്ട് വിളിച്ച് സംസാരിക്കുന്നു. അദ്ദേഹം ഉന്നയിച്ച പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാം എന്ന തീരുമാനത്തോടുകൂടി, പക്ഷെ ചെയ്ത കാര്യം തെറ്റാണ് എന്ന് അംഗീകരിച്ചുകൊണ്ട് പാർട്ടി സമ്മേളനത്തിൻ്റെ വേദിയിലേക്ക്, ഫലത്തിൽ പാർട്ടിയുടെ നേതൃതലത്തിലേക്ക് തിരുത്തപ്പെട്ട അച്യുതാനന്ദനായി എത്തൂ എന്ന് പറഞ്ഞു. അദ്ദേഹം അത് സ്വീകരിക്കും എന്ന പ്രത്യാശയും ഒരു നിരീക്ഷകൻ എന്ന നിലയ്ക്ക് താങ്കൾ പ്രകടിപ്പിച്ചു. അത് അസ്ഥാനത്താണെന്നാണ് അദ്ദേഹം വാർത്താലേഖകരെ കാണുന്നത് നാളെ 11 മണി വരെ നീട്ടിവെച്ചതിൽ നിന്ന് മാധ്യമ ലോകം അഭ്യൂഹിക്കുന്നത്. പ്രതികരിക്കൂ. പക്ഷേ അത് കുറച്ചുകൂടി പ്രിമച്വറാണ് ആ നിഗമനം എന്ന് എനിക്ക് തോന്നുന്നു. എന്തുകൊണ്ട് അദ്ദേഹം ഉടൻ നിലപാട് പറയുന്നില്ല? എന്തുകൊണ്ട് നാളേക്ക് മാറ്റിവെച്ചിരിക്കുന്നു? ശ്രീ പ്രകാശ് കാരാട്ട് VSുമായി സംസാരിച്ചിട്ട് ഏതാനും മിനിറ്റുകളെ ആയിട്ടുള്ളൂ. ആ സംസാരിച്ചതിൻ്റെ കണ്ടന്റിനെ കുറിച്ച് നമുക്ക് പുറത്തു പറഞ്ഞതും പറയാത്തതുമായ കാര്യങ്ങൾ സംസാരിച്ചു കാണും.
അതുകൊണ്ട് അദ്ദേഹം അദ്ദേഹം ഉന്നയിച്ച വിഷയങ്ങളെക്കുറിച്ച് വി എസിന് ആലോചിക്കാൻ സമയം വേണമെന്ന് ഉണ്ടായിരിക്കാം. അതുകൊണ്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ വി എസ് ആലപ്പുഴയ്ക്ക് പോവില്ല, സമ്മേളനത്തിൽ പങ്കെടുക്കില്ല എന്ന അഭ്യൂഹം, പല അഭ്യൂഹങ്ങളും നമ്മൾ കേട്ടതാണ്. അത് കുറച്ചുകൂടി പ്രിമച്വറാണ് എന്നെനിക്ക് തോന്നുന്നു. കാരണം വി എസിന് അവസരം നൽകിയിരിക്കുന്നു. താക്കീത് എന്ന രൂപത്തിൽ അദ്ദേഹം പാർട്ടി സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി പിന്നീട് പങ്കെടുക്കാതിരുന്നത് പാർട്ടി അച്ചടക്ക ലംഘനമാണെന്ന് അദ്ദേഹത്തിനും അറിയാം, എല്ലാവർക്കും അറിയാം. ആ അച്ചടക്ക ലംഘനം ഉണ്ടായിട്ടും പാർട്ടി പോളിറ്റ് ബ്യൂറോ കൂടി അദ്ദേഹത്തിൻ്റെ പ്രശ്നം ചർച്ച ചെയ്തു. എന്താ നമ്മൾ വി എസ് വിരുദ്ധരെന്ന് ഞാൻ പറഞ്ഞവരൊക്കെ നേരത്തെ പറഞ്ഞെന്താ, ആ പ്രശ്നം ചർച്ച ചെയ്തില്ല. പോളിറ്റ് ബ്യൂറോ അവൈലബിൾ പോളിറ്റ് ബ്യൂറോ കൂടത്തില്ല, പ്രകാശ് കാരാട്ട് പറയില്ല, അഭ്യർത്ഥന ഉണ്ടാവില്ല, പോയ കൊള്ളി പുറത്ത്, അതൊക്കെ മാറി വളരെ ഉദാത്തമായ ഒരു നിലപാട് പാർട്ടി നേതൃത്വം എടുത്തിരിക്കുന്നു. അദ്ദേഹത്തെ ഉൾപ്പെടുത്തുക, അദ്ദേഹം പാർട്ടി സമ്മേളനത്തിൽ വരട്ടെ, അദ്ദേഹത്തെ കേൾക്കാം, അദ്ദേഹത്തോട് ചർച്ച ചെയ്യാം. ഇത്രയും വിട്ടുവീഴ്ച സത്യത്തിൽ CPM-നെ സംബന്ധിച്ചോളം വിട്ടുവീഴ്ചയാണ്. ഈ വിട്ടുവീഴ്ച സ്വീകരിക്കുകയാണ് സ്വാഭാവികമായി വി എസ് ചെയ്യുമെന്ന് പൊതുവെ എല്ലാവരും നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നത്. അത് നിരാകരിക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെതായ കാരണങ്ങൾ കാണും. അത് നിരാകരിക്കണമെന്ന് അദ്ദേഹത്തിൻ്റെ ആ കാരണങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ, വിശദാംശങ്ങൾ നമുക്ക് ലഭിക്കാത്തിടത്തോളം നമുക്ക് ആ അഭ്യൂഹങ്ങൾ പ്രിമച്വറാണെന്ന് പറയാൻ. തീർച്ചയായും ശ്രീ രാമചന്ദ്രൻ, ഇപ്പോൾ ശ്രീ അജിത് കുമാർ പറഞ്ഞതുപോലെയാണെങ്കിൽ അഭ്യൂഹങ്ങളുടെ വെളിച്ചത്തിലാണ് ഈ ചർച്ച പിന്നെയും മുന്നോട്ട് പോകുന്നത്. നാളെ 11 മണി വരെ വീണ്ടും ഈ അഭ്യൂഹങ്ങൾക്ക് ഒരുപാട് സ്ഥാനമുണ്ട് താനും. ശ്രീ VS അച്യുതാനന്ദനെ ശ്രീ പ്രകാശ് കാരാട്ട് വിളിച്ച് സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം ഉണ്ടായിട്ടുള്ള പ്രതികരണമാണ് കന്റോൺമെന്റ് ഹൗസിൽ നിന്ന് വരുന്നത്. നാളെ 11 മണിക്ക് മാധ്യമങ്ങളെ കാണുമെന്ന്. പക്ഷേ ഇതിനൊരു മറുവശത്ത് കൂടിയുള്ള അഭ്യൂഹം കൂടി മറ്റു മാധ്യമങ്ങളിൽ എങ്കിലും എന്താണ് വരുന്നതെന്നുള്ളത് കാണേണ്ടതുണ്ട്. പ്രകാശ് കാരാട്ട് സംസാരിക്കുക മാത്രമായിരിക്കില്ല ഉണ്ടായിരിക്കുക, മറുപടിയായി ശ്രീ VS അച്യുതാനന്ദൻ എന്തെങ്കിലും പ്രകാശ് കാരാട്ടിനോട് പറഞ്ഞിട്ടുണ്ടാകും, അത് പാർട്ടിക്ക് ആ സൂചന ലഭിച്ചിട്ടുണ്ടാകും. ആ അഭ്യൂഹം കൂടി മാധ്യമങ്ങൾ കൊടുക്കേണ്ടതുണ്ട് ഈ ഘട്ടത്തിൽ. എന്തായിരിക്കും താങ്കൾ ഇപ്പോൾ വായിക്കുന്നത്, മാധ്യമങ്ങളെ കാണാൻ പോകുന്ന VS-നെ കുറിച്ച് ഇപ്പോൾ ആലോചിക്കുമ്പോൾ? രാമചന്ദ്രൻ, ആ ചോദ്യത്തോട് ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. VS നാളത്തെ വാർത്താ സമ്മേളനം 11 മണിക്കാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അതുവരെ പ്രതികരണം പറയുന്നില്ല എന്ന സൂചന ലഭിച്ചതോടെ VS ഈ ഓഫർ തള്ളിയിരിക്കുന്നു, അന്ത്യശാസനം VS തള്ളിയിരിക്കുന്നു എന്ന നിഗമനത്തിലേക്ക് നിരീക്ഷകരും മാധ്യമങ്ങളും എടുത്തു ചാടിയിരിക്കുകയാണ്. പ്രിമേച്ചറാണെന്ന് ഇപ്പോൾ അജിത് പറഞ്ഞു. നാളെ 11 മണി, ആ സമയത്തിന് നിർണായക പ്രാധാന്യമുണ്ട്. നാളെ സംസ്ഥാന സമ്മേളനത്തിൽ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കുന്ന ഒരു പ്രക്രിയ നടക്കുകയാണ്. നാളെ 11 മണിയോടുകൂടി VS പുതിയ സംസ്ഥാന കമ്മിറ്റിയിൽ ഉണ്ടാകുമോ ഇല്ലയോ എന്ന കാര്യത്തിന് സ്വന്തമായ ഉറവിടങ്ങളിലൂടെ VS-ന് നിഗമനത്തിനെത്താൻ കഴിയും. ആ പ്രോസസ്സ് അവിടെ പൂർത്തിയായില്ലെങ്കിൽ പോലും അതായിരിക്കുമോ 11 മണിയുടെ പ്രാധാന്യം? 11-ാം മണി, നാളത്തെ രാവിലത്തെ 11-ാം മണിക്കൂറിൽ VS തീരുമാനിക്കാൻ പോകുന്നത് താൻ ഇനി പാർട്ടിയുടെ ഏത് ഘടകത്തിൽ ഉണ്ടാകും. കേന്ദ്ര കമ്മിറ്റിയിൽ ഉണ്ട്, സ്വാഭാവികമായിട്ടും സംസ്ഥാന കമ്മിറ്റിയിൽ ഉണ്ടോ ഇല്ലയോ എന്ന തീരുമാനം കൂടി എടുത്തു കഴിഞ്ഞിട്ട് അന്തിമ തീരുമാനം എടുക്കാം എന്ന മട്ടിൽ മാറ്റിവെച്ചിരിക്കുകയാകാനുള്ള സാധ്യത എത്രമാത്രം ഉണ്ട് എന്ന് കൂടി പറഞ്ഞുകൊണ്ട് താങ്കൾ പ്രതികരിക്കുക, രാമചന്ദ്രൻ. അതാണ് ചന്ദ്രശേഖരൻ, അതാണ് മുഹൂർത്തം. അദ്ദേഹം സംസ്ഥാന സമ്മേളനത്തിലേക്ക് തിരിച്ചു വരിക ആണെങ്കിൽ 11 മണിക്ക് തിരുവനന്തപുരത്ത് ഏതായാലും പത്രലേഖകരെ കാണേണ്ടതില്ല. കാരണം അത് സമ്മേളനത്തിൽ പുതിയ സംസ്ഥാന കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുന്ന സമയമാണ്. അപ്പോൾ അദ്ദേഹം ഈ 11 മണിക്ക് മാധ്യമപ്രവർത്തകരെ കാണും എന്നുള്ള വാർത്ത ശരിയാണെങ്കിൽ, അതിന് സ്ഥിരീകരണമുണ്ടെങ്കിൽ അദ്ദേഹം പാർട്ടി പറഞ്ഞതുപോലെ സംസ്ഥാന സമ്മേളനത്തിലേക്ക് അദ്ദേഹം മടങ്ങുന്നില്ല. മാത്രമല്ല, നേരത്തെ സജീവൻ പറഞ്ഞത് ശരിയാണ്. കാരണം ഒരു പാർട്ടി സഖാവിനെതിരെ നടപടി എടുക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് തിരുത്താൻ ഒരു അവസരം കൊടുക്കണം എന്നുള്ളത് പാർട്ടി സംഘടനാ തത്വമാണ്. ആ തെറ്റ് തിരുത്താൻ ഒരു അവസരം കൊടുക്കുകയാണ് പാർട്ടി ചെയ്തിട്ടുള്ളത്. മാത്രമല്ല, പാർട്ടി അതിൻ്റെ കൂടെ ഒരു കുറ്റപത്രം പോലെ പറഞ്ഞിരിക്കുന്നു. കോടിയേരി മാർദ്ദവത്തോടു കൂടി പറഞ്ഞതായിരിക്കാം, പക്ഷേ അദ്ദേഹം ശിഥിലീകരണ പ്രവൃത്തി ചെയ്തു, അദ്ദേഹം ഛിദ്രപ്രവൃത്തി ചെയ്തു, അദ്ദേഹം വിലപേശൽ നടത്തി, അദ്ദേഹം പാർട്ടിക്ക് മീതെയാണ് വ്യക്തി എന്ന് വിചാരിച്ചു. മാത്രമല്ല, അദ്ദേഹം അസാധാരണമായിട്ടാണ് പാർട്ടി പറയുന്നത്, ഒരു വിലപേശലിനും പാർട്ടി വഴങ്ങുകയില്ല. അത് പ്രകാശ് കാരാട്ട് സമ്മേളനത്തിലും പറഞ്ഞു, കോടിയേരി ബാലകൃഷ്ണൻ ബ്രീഫിങ്ങിലും പറഞ്ഞു. അതിൻ്റെ അർത്ഥം VS വിലപേശൽ നടത്തി എന്ന് തന്നെയാണ്.
ആ വിലപേശലെല്ലാം ഈ പറഞ്ഞ ഈ 8 പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ ചേർന്നാൽ ഭൂരിപക്ഷമാകും എന്ന് കാരാട്ട് പറയുകയുണ്ടായല്ലോ. അപ്പോൾ ഇതൊരു ഫുൾ PBയുടെ തലത്തിലേക്ക് ഈ അവൈലബിൾ PB തന്നെ വന്നു എന്ന് നാം കരുതുക. അപ്പോൾ അവർ ആ ഉപാധികളൊക്കെ വെച്ചിട്ട് അത് തള്ളി എന്ന് പറയുന്നതാണ് നേരത്തെ വന്ന വാർത്തകൾ ശരിയാകാനും സാധ്യത. വിലപേശലിന് തയ്യാറല്ല, ഉപാധികൾ തള്ളുന്നു എന്ന് വെച്ചാൽ അച്യുതാനന്ദൻ ഉന്നയിച്ച ആവശ്യങ്ങളൊക്കെ തള്ളുന്നു. ഞങ്ങൾ നടപടിയെടുക്കുന്നതിന് മുമ്പ് താങ്കൾക്ക് തെറ്റ് തിരുത്താൻ ഒരവസരം ഞങ്ങൾ തരുന്നു, താങ്കൾ സ്വീകരിക്കും. ഇതാണ് അദ്ദേഹത്തോട് പാർട്ടി പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം അത് സ്വീകരിക്കില്ല എന്നാണ് ഈ നിമിഷങ്ങളിൽ നമുക്ക് മനസ്സിലാകുന്നത്. അസാധാരണമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ശ്രീ അജിത് കുമാർ, എന്താണ് താങ്കൾ ഇതിനോട് പ്രതികരിക്കുക? ഞാൻ അതിനോടല്ല പ്രതികരിച്ചത്. ഒരു പത്രപ്രവർത്തകൻ എന്നല്ല, ഇവിടെ നിന്ന് എൻ്റെ മാധ്യമ സോഴ്സുകളുമായി ബന്ധപ്പെട്ടപ്പോൾ ബോധ്യമായൊരു കാര്യം, പ്രകാശ് കാരാട്ട് വിളിച്ചിട്ട് അദ്ദേഹത്തോട് പങ്കെടുക്കണം എന്ന് പറഞ്ഞു. പ്രകാശ് കാരാട്ടിനോട് തിരിച്ചു ചോദിച്ചു, എന്തിന് ഞാൻ പങ്കെടുക്കണം? ഞാൻ പറഞ്ഞ ഒരു പ്രശ്നം പോലും നിങ്ങൾ അംഗീകരിച്ചിട്ടില്ല, പിന്നെ ഞാൻ വെറുതെ വന്ന് പങ്കെടുക്കുന്നതിന് എന്ത് പ്രയോജനം എന്ന് പറഞ്ഞപ്പോൾ പ്രകാശ് കാരാട്ട് തിരിച്ച് അദ്ദേഹത്തോട് ഒരു കണ്ടീഷനും പറഞ്ഞില്ല. എന്തെങ്കിലും ഓഫർ കൊടുക്കുകയോ, ഒന്നുകിൽ ആ പ്രശ്നം പിന്നീട് ചർച്ച ചെയ്യാമെന്ന് പറയുകയോ, അല്ലെങ്കിൽ സംസ്ഥാന കമ്മിറ്റി ഉൾപ്പെടുത്താൻ ലഭിക്കുക, അതുപോലെയുള്ള ഒരു അനുനയത്തിൻ്റെ അല്ലെങ്കിൽ കൂടുതൽ ഈ പറഞ്ഞ VS രണ്ടാമത് പറഞ്ഞ പ്രശ്നത്തെ അനുനയിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ മാനസികമായി തൃപ്തിപ്പെടുത്തത്തക്ക തരത്തിൽ, ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കത്തക്ക തരത്തിൽ ഒരു സംസാരം പ്രകാശ് കാരാട്ടിൽ നിന്നുണ്ടായില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 11 മണിക്ക് മാധ്യമങ്ങളെ കാണുവാൻ VS തീരുമാനിച്ചത്. സ്ഥിരീകരിച്ചു, ഞാൻ എൻ്റെ ഓഫീസിൽ സ്ഥിരീകരിച്ചു. അർത്ഥം അദ്ദേഹം കടുത്ത തീരുമാനങ്ങൾ എടുക്കാൻ സാധ്യതയുണ്ട് എന്ന സൂചന ഇപ്പോൾ ലഭിച്ചിരിക്കുന്നു. അദ്ദേഹം കടുത്ത തീരുമാനത്തിലേക്കാണ്. ഇതൊരു വഴി പിരിയലിലേക്കുള്ള തുടക്കം തന്നെയാണ്. സജീവൻ, നേരത്തെ നമ്മൾ പറഞ്ഞത് സംസ്ഥാന കമ്മിറ്റി 11 മണി എന്നൊക്കെ ആവുമ്പോഴേക്കും സംസ്ഥാന കമ്മിറ്റിയിലേക്ക് എത്താൻ കഴിയുമോ എന്നൊരു സാധ്യത VS പരിശോധിക്കുന്നുണ്ടാവും എന്ന് പറഞ്ഞു. ഒപ്പം ഇക്കാര്യങ്ങളിൽ പ്രകാശ് കാരാട്ട് സമ്മേളനത്തിൽ പറഞ്ഞ കാര്യം അത് വിശദീകരിച്ചുകൊണ്ട് കോടിയേരി മാധ്യമ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യം ഒക്കെ നമുക്ക് മുമ്പിലുണ്ട്. അതിൽ രാമചന്ദ്രൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ വളരെ കർക്കശമായ, വളരെ കൃത്യമായ വിലയിരുത്തലുകളുണ്ട്. ശിഥിലീകരണ പ്രവർത്തനം അനുവദിക്കില്ല, ഛിദ്രീകരണ പ്രവർത്തനം അനുവദിക്കില്ല, വിഭാഗീയത അനുവദിക്കില്ല. ഇതിൻ്റെയൊക്കെ അപ്പുറത്ത് നിൽക്കുന്നത് VS ആണ്. അദ്ദേഹം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു എന്ന വിലയിരുത്തലോടുകൂടിയാണ് പാർട്ടി നേതൃത്വം മുന്നോട്ട് പോകുന്നത്. നേരത്തെ പ്രകാശ് കാരാട്ട് ഉപയോഗിച്ച വിലപേശൽ എന്ന വാക്ക് ഇവിടെ കോടിയേരി ബാലകൃഷ്ണനും ആവർത്തിക്കുക ഉണ്ടായി. താൻ എന്ത് തരത്തിൽ ഉള്ള പ്രവർത്തനങ്ങൾ നടത്തി, തൻ്റെ തെറ്റുകൾ ഏത് തരത്തിലാണ് എന്ന് പാർട്ടി വിലയിരുത്തിയിരിക്കുന്നു. അതെല്ലാം അംഗീകരിച്ചുകൊണ്ട് തിരുത്തപ്പെട്ട ഒരു അച്യുതാനന്ദനായി തിരിച്ചെത്താനുള്ള സാധ്യത കൂടി പരിഗണിച്ച് അത് തനിക്ക് അപകടകരമായിരിക്കുമെന്നോ മറ്റോ അദ്ദേഹം വിചാരിക്കുന്നുണ്ടാവുമോ? അതുകൂടി അക്കോമഡേറ്റ് ചെയ്തുകൊണ്ട് താങ്കളുടെ പ്രതികരണം. അല്ല, അജിത്ത് പറഞ്ഞ ഒരു കാര്യം വെച്ചുകൊണ്ട് പറയട്ടെ. അജിത്തിന് കിട്ടിയ വിവരം ശരിയാണെങ്കിൽ അവിടെയും പ്രകാശ് കാരാട്ടിനോടും അദ്ദേഹം വിലപേശുകയാണ്. ഞാൻ വന്നാൽ എനിക്കെന്ത് നേട്ടം എന്നുള്ള ഇതാണ് വിലപേശൽ. ഈ വിലപേശൽ അംഗീകരിക്കുക. അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ പ്രകാശ് കാരാട്ട് അദ്ദേഹത്തോട് പ്രതികരിക്കാതിരുന്നത്. VSനെ ഇപ്പോഴും അറിയേണ്ടത്, നേരത്തെ നമ്മളൊക്കെ സംസാരിച്ച ഈ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് തനിക്ക് അക്കോമഡേഷൻ കിട്ടുമോ, അതൊരു അദ്ദേഹത്തിന് കിട്ടേണ്ട ഉറപ്പാണ്. ബാക്കിയുള്ള എല്ലാം ചർച്ച ചെയ്താലും നമുക്കറിയാം, പാർട്ടി PBയോ CCയോ ഒക്കെ ഇദ്ദേഹത്തിൻ്റെ പരാതികളും കത്തുമൊക്കെ ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ ചർച്ച ചെയ്ത് തീർക്കാൻ എളുപ്പമാണ്. അതൊരു തീരുമാനം വേറെ വരണില്ല, അതൊന്നും ഉണ്ടാവണമെന്നില്ല. പക്ഷേ ഇവിടെ VSന് ഉറപ്പിക്കേണ്ടത് തനിക്ക് സംസ്ഥാന കമ്മിറ്റിയിൽ ഒരു ബർത്ത് കിട്ടുമോ, അതിന് ഉള്ള ഒരു ഉറപ്പെങ്കിലും അതിന് സാധ്യതയെങ്കിലും പ്രകാശ് കാരാട്ടിൽ നിന്ന് കിട്ടാൻ വേണ്ടിയായിരിക്കും അദ്ദേഹം എപ്പോഴും ശ്രമിച്ചിട്ടില്ല. അപ്പോഴുമാണ് അദ്ദേഹം ചോദിക്കുന്നത് എനിക്കെന്താണല്ലോ. അപ്പോൾ അതുകൊണ്ട് 11 മണി ഇപ്പോൾ പ്രകാശ് കാരാട്ട് അദ്ദേഹത്തോട് സംസാരിച്ചിട്ട് അതിനോടൊന്നും അദ്ദേഹത്തിന് തീരെ താല്പര്യമില്ലെങ്കിൽ ചെയ്യാവുന്നത് ഇപ്പോൾ തന്നെ പത്രസമ്മേളനം വിളിച്ച് ഇവരോടൊന്നും എനിക്ക് യോജിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോവുകയാണ്. അത് അദ്ദേഹം ചെയ്യില്ലല്ലോ. അദ്ദേഹം രാജിവെക്കാനോ അല്ലെങ്കിൽ പാർട്ടി വിടാനോ ഒക്കെ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അത് അടുത്ത ദിവസം 11 മണി വരെ വേണ്ട, കുറേ ദിവസമായിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടുവാതിക്കൽ
ആലപ്പുഴയിലും കണ്ടോൺമെൻറ് ഹൗസിന് മുമ്പിലും രാപ്പകൽ ഭേദമില്ലാതെ മാധ്യമപ്രവർത്തകർ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനധികം തയ്യാറാവില്ല. ഇനി 11 മണിക്ക് മുമ്പേ ഇങ്ങനെ വല്ല സാധ്യതകളും ഉണ്ടായാൽ അവിടെയും ഒരു സമ്മർദ്ദത്തിൻ്റെ രീതി തന്നെയാണ് ഞാൻ കാണുന്നത്. ആ സമ്മർദ്ദത്തിൽ വഴങ്ങിയിട്ട് ഇദ്ദേഹത്തെ സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുമെന്നുള്ള ഒരു സൂചനയെങ്കിലും കിട്ടിയാൽ അദ്ദേഹം തീർച്ചയായിട്ടും കാര്യങ്ങളൊക്കെ മാറ്റി പറയുക അങ്ങനെ ചെയ്തിട്ടുള്ളതുമാണ്. ആ രീതിയിലേക്കാണ് പോകാൻ സാധ്യത ഞാൻ കാണുന്നു. തീർച്ചയായിട്ടും. എന്തായാലും ശ്രീ VS നാളെ 11 മണിക്ക് മാധ്യമങ്ങളെ കാണാൻ പോകുന്നു. പാർട്ടി എടുത്ത തീരുമാനങ്ങളോട് പ്രകാശ് കാരാട്ട് ശ്രീ VS അച്യുതാനന്ദനെ വിളിച്ചതിന് ശേഷം എന്ത് സംഭവിച്ചു എന്നുള്ള അഭ്യൂഹങ്ങൾ കലർന്ന വാർത്തകൾ കൂടി ആണ് നമ്മളിപ്പോൾ ചർച്ചയ്ക്ക് എടുത്തിട്ടുള്ളത്. VS എന്താണ് നാളെ മാധ്യമങ്ങളെ കാണുമ്പോൾ പറയുക? വീണ്ടും പാർട്ടിക്ക് അകത്ത് തന്നെ നിന്നുകൊണ്ടുള്ള എന്തെങ്കിലും സൂചനകൾ നാളെ നൽകുമോ, അതോ പ്രതിപക്ഷ നേതൃസ്ഥാനം രാജിവെക്കുമോ, അതോ പാർട്ടിക്ക് തന്നെ പുറത്തേക്കോ എന്നുള്ള നിരീക്ഷണങ്ങളും വ്യക്തതകളും വരേണ്ടതുണ്ട്. പല മാധ്യമങ്ങളും VS പാർട്ടിയുടെ ശ്രമങ്ങളെ തള്ളിയതായുള്ള രീതിയിൽ ആണ് ക്യാപ്ഷനുകൾ കൊടുക്കുന്നതായി മനസ്സിലാക്കുന്നത്. എന്നാലും എന്താണ് ഈ വരുന്ന മണിക്കൂറുകളിൽ സംഭവിക്കുക എന്നത് തന്നെയാണ് അറിയേണ്ടത്. ശ്രീ രാമചന്ദ്രനിലേക്ക് തന്നെ പോകുന്നു. ശ്രീ രാമചന്ദ്രൻ, വൃന്ദ കാരാട്ടിന്റെ പ്രതികരണം വരുന്നു. We are concerned, Comrade VS is the senior most leader of the party, and we hope that he will be back at the conference. ശ്രീ VS തിരിച്ച് എത്തും എന്ന് തന്നെയാണ് വൃന്ദ കാരാട്ട് മാധ്യമങ്ങളോട് പ്രതീക്ഷ പ്രകടിപ്പിച്ചത്. ശ്രീ രാമചന്ദ്രൻ, എന്താണ് VS നാളെ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിന് എന്തൊക്കെ സാധ്യതകൾ, അതാണ് നമ്മൾ ഇടവേളയ്ക്ക് മുമ്പ് അന്വേഷിച്ചത്. അദ്ദേഹം 11 മണിക്ക് മാധ്യമങ്ങളെ കാണുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന അഭ്യൂഹങ്ങൾ? അദ്ദേഹത്തിൻ്റെ ഞാൻ രാവിലെ സംസാരിച്ചപ്പോൾ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഭാവി രാഷ്ട്രീയത്തിൻ്റെ കരട് എന്ന് പറയുന്ന 5 പരിപാടി, ആ കുറിപ്പ് പ്രസിദ്ധീകരിക്കപ്പെട്ട കുറിപ്പ്, ഭാവി രാഷ്ട്രീയത്തിൻ്റെ കരട് 5 പരിപാടി, അത് അദ്ദേഹം വിശദീകരിക്കും. അതാണ് അദ്ദേഹം ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് അദ്ദേഹം അടുത്ത രാഷ്ട്രീയത്തിലേക്ക് അദ്ദേഹം പോകും. ശ്രീ സജീവൻ അതിനോട് പെട്ടെന്ന് പ്രതികരിക്കുകയാണെങ്കിൽ, അങ്ങനെ 5 ഇനങ്ങൾ നാളെ VS വീണ്ടും സ്വാഭാവികമായി അങ്ങനെ കരുതാം, ആ അഭ്യൂഹമാണ് നടക്കാൻ പോകുന്നത് എങ്കിൽ അങ്ങ് അത് തന്നെ വിശ്വസിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും ആദ്യം. അത് തന്നെ സംഭവിക്കുമെന്ന്. അതാണെങ്കിൽ എന്താണ് ആ വിശദീകരണങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന് തുടർന്നുള്ള പ്രയോജനം? VS അല്ല, അവർക്ക് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് VS അവസാനത്തെ ഒരു അത്താണിക്കായിട്ട്, അവസാനത്തെ ഒരു തുരുമ്പിനായിട്ട് കാത്തിരിക്കുകയാണെന്നുള്ളതാണ്. ഗതി കെട്ടാൽ മാത്രമേ ഈ പറഞ്ഞ രൂപത്തിൽ VS പാർട്ടി വിട്ടുകൊണ്ട് മറ്റൊരു ഓപ്ഷനിലേക്ക് പോവുകയുള്ളൂ. VSന് എന്തായാലും അദ്ദേഹം പ്രതിപക്ഷ നേതൃത്വ സ്ഥാനം രാജിവെച്ചുകൊണ്ട് പാർട്ടിയിൽ നിൽക്കുന്നതിൽ ഒരു കാര്യവുമില്ല. മാത്രമല്ല, അദ്ദേഹം പ്രതിപക്ഷ നേതാവായി അല്ലാതെ ആകുമ്പോഴും MLA ആണ്, അതും പാർട്ടിയുടെ ഔദാര്യത്തിൽ കിട്ടുന്ന കാര്യമാണല്ലോ. അപ്പം അങ്ങനെയൊക്കെ നിൽക്കുന്നതിൽ കാര്യമില്ല. പിന്നീട് പാർട്ടിക്ക് പുറത്തു പോകണം. പാർട്ടിക്ക് പുറത്തു പോകുന്നതിന് പക്ഷേ അങ്ങനെ പോയത് കൊണ്ട് VSന് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ പാർട്ടിക്ക് ക്ഷീണമുണ്ടാക്കാനുള്ള ലക്ഷ്യത്തോടു കൂടിയാണെങ്കിൽ അദ്ദേഹം നേരത്തെ തന്നെ ചെയ്യാമായിരുന്നു. അപ്പോൾ ഞാനിപ്പോഴും കരുതുന്നത് VS അവസാന വട്ടത്ത് എപ്പോഴെങ്കിലും അവസാനം ഒരു വൈക്കോൽ തുരുമ്പ് സംസ്ഥാന സമിതിയിലേക്കെങ്കിലും തന്നെ ഉൾപ്പെടുത്തുന്ന ഒരു അവസ്ഥയുണ്ട് എന്ന സൂചന കിട്ടിയാൽ VS കടുത്ത നടപടികളിലേക്കൊന്നും പോവില്ല എന്നാണ് ഞാൻ കരുതുന്നത്. സജീവൻ, തിരിച്ചു വരാം. ഇപ്പോൾ അജിത്തിലേക്ക് ഞാൻ വീണ്ടും വരികയാണ്. ഒരു കച്ചിത്തുമ്പിന് വേണ്ടി VS കാത്തിരിക്കുന്നു. അതൊരു പക്ഷേ സംസ്ഥാന കമ്മിറ്റിയിൽ ഒരു ഇടമായിരിക്കാം എന്ന് സജീവൻ പറയുന്നു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പറഞ്ഞു നിൽക്കാനുള്ള കാര്യങ്ങളായിരിക്കാം എന്ന് പറഞ്ഞു. നേരത്തെ അജിത്ത് താങ്കൾക്ക് കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച് പറഞ്ഞു, കാരാട്ട് വിളിച്ച് വരിക എന്ന് മാത്രം പറഞ്ഞു, മറ്റ് ഓഫറുകളൊന്നും കൊടുക്കാതിരുന്നു. അതിൻ്റെ സൂചന കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞതിൽ തന്നെ ഉണ്ടായിരുന്നു. പാർട്ടി ജനറൽ സെക്രട്ടറി വിളിച്ച്, പാർട്ടിയുടെ ഏറ്റവും ഉയർന്ന തലത്തിലിരിക്കുന്ന സഖാവ് വിളിച്ച് പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗത്തോട് സംസാരിക്കും എന്നാണ് പറഞ്ഞത്. അത്തരത്തിലുള്ളൊരു സമീപനത്തിലാണ് പാർട്ടി അത് പറഞ്ഞത്. ഇനി ഒരു കച്ചിത്തുമ്പ് എന്താണ് VSന് കിട്ടാൻ ഇടയുള്ളത്? എന്തായിരിക്കാം അദ്ദേഹം കാത്തിരിക്കുന്നത്? ഇപ്പോൾ പ്രകാശ് കാരാട്ട് സംസാരിച്ചതിന് ശേഷം ഇപ്പോൾ ഉയരുന്ന വാർത്തകൾ സ്വാഭാവികമായി പോളിറ്റ് ബ്യൂറോയുടെയും സെൻട്രൽ കമ്മിറ്റിയുടെയും മറ്റും പാർട്ടി സമ്മേളനത്തിൻ്റെ നേതാക്കന്മാരുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ടാവും. അദ്ദേഹം പ്രകാശ് കാരാട്ടിൻ്റെ സംസാരത്തിൽ തൃപ്തനല്ല. ഇപ്പോൾ VSനെ അക്കോമഡേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ VSനെ തൃപ്തിപ്പെടുത്തി അനുനയിപ്പിച്ച് VSന് വേണ്ടത്ര പരിഗണന നൽകി പാർട്ടി സമ്മേളനത്തിലേക്ക് ആനയിച്ചു, അല്ലെങ്കിൽ ക്ഷണിച്ചു കൊണ്ടുവരുന്നതിന് വീണ്ടും ശ്രമിച്ചു എന്നുള്ള കോടിയേരിയുടെ വിശദീകരണത്തിലും പ്രകാശ് കാരാട്ട് അതിനുശേഷം സംസാരിച്ചതിലും അദ്ദേഹം തൃപ്തനല്ല.
അപ്പോൾ അദ്ദേഹം പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ നടപ്പിലാക്കിയോ, എന്തെങ്കിലും ഒരു കാര്യം ചെയ്തോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം ഒരു റീസണബിൾ അക്സെപ്റ്റൻസിനായി അദ്ദേഹം പല കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹത്തിന് പല പരാതികളുണ്ട്, പല കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഒരു അക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പോളിറ്റ് ബ്യൂറോ ചർച്ച ചെയ്തു, സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്തു, അവിടെ അദ്ദേഹത്തിനെതിരെയുള്ള പരാമർശം പിൻവലിക്കണമെന്നാണ് ആവശ്യപ്പെട്ടത്, അല്ലെങ്കിൽ ആ പ്രമേയം പിൻവലിക്കണം. ആ പ്രമേയത്തിൽ വീണ്ടും നമ്മൾ ആദ്യം ചർച്ച ചെയ്തെടുത്ത് വരിക, ആ പ്രമേയത്തിൽ അദ്ദേഹത്തെ പാർട്ടി വിരുദ്ധനായി ചിത്രീകരിച്ചത് ഒരു വിൻ വിൻ സിറ്റുവേഷൻ, പാർട്ടി വിരുദ്ധനായി ചിത്രീകരിച്ചതെങ്കിലും പിൻവലിച്ചുകൊണ്ട് അല്ലെങ്കിൽ മരവിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ ഭാഗത്തിൽ എങ്കിലും ഒരു ക്ലാരിറ്റി വരുത്തി പാർട്ടി സമ്മേളനത്തിൽ. രാമചന്ദ്രൻ, അങ്ങനെ ഒരു സാധ്യത ഇപ്പോൾ നിലനിൽക്കുന്നില്ലല്ലോ. വളരെ കൃത്യമായ രീതിയിൽ പാർട്ടിയിൽ ഐക്യം ഉണ്ട് എന്ന് വിലയിരുത്തിക്കൊണ്ട് തന്നെ പ്രകാശ് കാരാട്ട് സംസാരിച്ചു എന്നാണ് നമുക്ക് കിട്ടിയ വിവരം. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ പാർട്ടി സമ്മേളന വേദിയിൽ നിന്ന് വിട്ടുതിന്ന നടപടിയെ പരാമർശിച്ചാണ് പുതിയ അച്ചടക്ക ലംഘനം ഒക്കെ പറഞ്ഞത് എങ്കിൽ പോലും പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ പ്രമേയത്തിലേക്ക് കടന്നുള്ള എന്തെങ്കിലും പരാമർശങ്ങൾ നടത്താൻ PB തയ്യാറായിട്ടുമില്ല. അപ്പോൾ ഇനിയും അദ്ദേഹത്തിൻ്റെ പാർട്ടി വിരുദ്ധ മനോനിലയിലേക്ക് തരം താണു എന്ന പരാമർശത്തിൽ PB ഇടപെടും എന്നൊരു വാഗ്ദാനം നേരത്തെ തന്നെ കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ സംസ്ഥാന സമ്മേളനത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ? സാധ്യതയുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിനൊരു സംസ്ഥാന കമ്മിറ്റി അംഗത്വം കിട്ടുകയാണെങ്കിൽ അദ്ദേഹം ചിലപ്പോൾ പാർട്ടിയിൽ തുടരുമായിരിക്കും എന്ന് സജീവൻ പറയുന്നുണ്ടല്ലോ. അതെല്ലാം പാർട്ടി അടച്ചു. എങ്ങനെ അടച്ചു? ഒരു വിലപേശലിനും ഇനി പാർട്ടി തയ്യാറല്ല എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് വേണമെങ്കിൽ ആ സമ്മേളനത്തിന് നാളെ വരാം. അങ്ങനെ നാളെ പാർട്ടി സമ്മേളനത്തിന് അച്യുതാനന്ദൻ വരികയാണെങ്കിൽ തന്നെ എന്തൊരു നാണം കെട്ട വരവായിരിക്കും അത്. അപ്പോൾ അതുകൊണ്ട് വരിക എന്നുള്ളത് മാത്രമേ ഉള്ളൂ, അതല്ലാതെ വിലപേശലില്ല അതിൻ്റെ അകത്ത്. എനിക്ക് സംസ്ഥാന കമ്മിറ്റി അംഗത്വം തരൂ, വേറെന്തെങ്കിലും തരൂ, ഏതെങ്കിലും വാചകം മാറ്റൂ, അതെല്ലാം പാർട്ടി അടച്ചു കഴിഞ്ഞു. ശ്രീ അജിത് കുമാർ, ഒരുപക്ഷെ പാർട്ടിക്ക് ഇതല്ലാതെ എന്ത് ചെയ്യാൻ സാധിക്കും? ഇത് പാർട്ടിയുടെ സമ്മേളനമാണ്. സമ്മേളനം നടക്കുന്ന ഘട്ടത്തിൽ മറ്റ് സമിതികളെക്കാൾ പാർട്ടി തന്നെ എവിടെ എന്ന് പറയുന്ന ആ സമ്മേളനത്തിലെ പ്രതിനിധികളുടെ തീരുമാനമാണ്. ആ തീരുമാനങ്ങളിൽ ഇടപെട്ടുകൊണ്ട് അതിനെയൊക്കെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് മറ്റൊരു രഹസ്യ ബാർഗെയിനിങ്ങിനുള്ള സാധ്യത കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ നടപ്പുള്ള കാര്യമാണോ? അത് അറിയാവുന്ന ആളല്ലേ VS-ഉം? ഇന്നലെ VS ഈ നിലപാടെടുത്തതിന് ശേഷം, പാർട്ടി സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം, പാർട്ടി ചിട്ട അനുസരിച്ചുള്ള കാര്യങ്ങളല്ലല്ലോ നടന്നത്. ചന്ദ്രൻപിള്ള അയക്കുന്നു, ചന്ദ്രൻപിള്ളയും ശർമ്മയും അയക്കുന്നു, പാർട്ടി ഔദ്യോഗികമായിട്ട് അയച്ചതാണ്, അല്ലെന്ന് അവർ ചർച്ച ചെയ്തതാണ്. ഔദ്യോഗികമായിട്ട് അയച്ചു എന്ന് കോടിയേരി പറഞ്ഞു. അതിനുശേഷം പലതവണ സംസാരിച്ചു. കാരാട്ട് വീണ്ടും വിളിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ കാരാട്ടുമാർ ചർച്ച ചെയ്തെന്ന് പറഞ്ഞു. പോളിറ്റ് ബ്യൂറോയുടെ കൂടി കാരാട്ടുമായി അദ്ദേഹം ആശയവിനിമയം നടത്തി. അതിനുശേഷം പോളിറ്റ് ബ്യൂറോ ഈ വിഷയം ചർച്ച ചെയ്തു. പാർട്ടി സമ്മേളനത്തിൻ്റെ പൊതുവികാരം ഇതായിരുന്നില്ല. പാർട്ടി സമ്മേളനത്തിൻ്റെ പൊതുവികാരം VS-നെ പുറത്താക്കുക, അല്ലെങ്കിൽ VS-നെ പാർട്ടി സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തുക എന്നത്. അപ്പോൾ ആ പാർട്ടി സംസ്ഥാന സമ്മേളന വികാരത്തിന് ഇപ്പുറത്തു നിന്നുകൊണ്ട് അതീതമായി VS-ന് വേണ്ടി ചില നീക്കുപോക്കുകൾ പാർട്ടി വരുത്തി എന്നുള്ളത് വ്യക്തമാണ്. അതുകൊണ്ട് ഈ നീക്കുപോക്കുകൾ അദ്ദേഹത്തിന് മാത്രമായി, അദ്ദേഹത്തിൻ്റെ പല കാരണങ്ങളാകാം, അദ്ദേഹത്തെ കൂടി ഉൾപ്പെടുത്തി കൂട്ടിക്കൊണ്ടുള്ള, അദ്ദേഹത്തെ ഒത്തുകൊണ്ടുപോയുള്ള ഒരു പാർട്ടിയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്ന് കോടിയേരി പറയുകയും ചെയ്തു. അപ്പോൾ ഒത്തുപോകുന്നതിന് ഇപ്പോൾ വെച്ചിരിക്കുന്ന ഉപാധികൾ, അങ്ങോട്ടും ഇങ്ങോട്ടും ഉപാധികൾ വെച്ചിരിക്കുകയാണ്. പാർട്ടിക്ക് വിധേയനായി പ്രവർത്തിക്കണം, അല്ലെങ്കിൽ പാർട്ടിക്ക് വിധേയനായി ആർക്കും പ്രവർത്തിക്കണം. പക്ഷേ അതൊരു പുതിയ ഉപാധിയാണോ? തീർച്ചയായിട്ടും. അപ്പോൾ VS കൊടുത്തിരിക്കുന്ന ഉപാധികൾ പൂർണ്ണമായി തള്ളിക്കൊണ്ട് VS-ആണ് വീക്കായി നിൽക്കുന്നത്, VS-ആണ് കംപ്ലൈൻറ്റ് ചെയ്യുന്നത്. പാർട്ടി എന്നൊരു വലിയ പ്രസ്ഥാനത്തിൽ VS ഒറ്റയ്ക്ക് നിന്ന് പരാതിക്കാരനാണ്. അപ്പോൾ പരാതിക്കാരൻ്റെ പരാതികളൊന്നും പരിഹരിക്കാതെ, എന്ത് പറഞ്ഞാലും പരാതിക്കാർക്കൊരു വിഷയമുണ്ട്, ആ പരാതിക്കാരൻ്റെ പരാതി ഒന്നുപോലും പരിഗണിക്കാതെ അദ്ദേഹത്തെ നിങ്ങളിങ്ങ് വന്ന് കീഴടങ്ങുക എന്ന് പറയുന്ന ഒരു സമീപനമാണ് ഇപ്പോൾ പാർട്ടിക്കെന്ന് VS വിശ്വസിക്കുന്നു. അപ്പോൾ ഇനിയും അനുനയത്തിൻ്റെ, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ അഭിപ്രായങ്ങൾ, പരാതികളിൽ കുറേയെങ്കിലും എന്തെങ്കിലും പരിഗണിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകാൻ ഇനിയും സമയമുണ്ട്, പ്രൊവൈഡഡ് പാർട്ടി VS-നെ കൂട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു എന്ന കോടിയേരിയുടെയും പ്രകാശ് കാരാട്ടിൻ്റെയും നിലപാട് ശരിയാണെങ്കിൽ. സജീവൻ, അത്തരത്തിലുള്ളൊരു വിട്ടുവീഴ്ച ഇനിയും പാർട്ടിയുടെ സംഘടനാ തത്വങ്ങളും കീഴ്വഴക്കങ്ങളും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് ഇപ്പോൾ തന്നെ മുന്നോട്ട് പോയി എന്ന് അജിത്ത് പറയുന്നു.
ഇനിയും വിട്ടുവീഴ്ചകൾ ചെയ്യാൻ പാർട്ടിക്ക് കഴിയുമോ? നേരത്തെ രാമചന്ദ്രൻ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം ഇപ്പോഴത്തെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് പാർട്ടി സമ്മേളനത്തിലേക്ക് തിരിച്ചുപോയാൽ അതൊരു നാണം കെട്ട തിരിച്ചുപോക്കാണ് എന്ന് പറയാൻ കഴിയുമോ? പാർട്ടിയുടെ ചരിത്രത്തിൽ ഒരുപാട് നേതാക്കൾക്ക് VSനേക്കാൾ സമുന്നത പദവികൾ അലങ്കരിച്ച, പാർട്ടി ജനറൽ സെക്രട്ടറി പദം വരെ അലങ്കരിച്ച നേതാക്കൾക്കെതിരെ നടപടി ഉണ്ടായിട്ടുണ്ട്. കൽക്കത്ത തീസിസിന് ശേഷം രണദീപെ പാർട്ടി ജനറൽ സെക്രട്ടറി പദം മാറി കീഴ്ഘടകങ്ങളിലേക്ക് പോകുന്ന സ്ഥിതിയുണ്ടായി. അദ്ദേഹം തിരിച്ച് പൊളിറ്റ് ബ്യൂറോയിൽ ജനറൽ സെക്രട്ടറി പദവിയിൽ എത്തിയിട്ടില്ലോ. ജനറൽ സെക്രട്ടറി പദവിയിൽ എത്തിയവർക്ക് പോലും അതുണ്ടായി. പാർട്ടി ജനറൽ സെക്രട്ടറി ആയിരുന്ന സുന്ദരയ്യ പിന്നീട് പൊളിറ്റ് ബ്യൂറോ അംഗമായി അത്തരത്തിൽ തുടരുകയുണ്ടായി. EMS ജനറൽ സെക്രട്ടറി പദം വിട്ടിട്ട് പൊളിറ്റ് ബ്യൂറോ അംഗമായി തുടരുന്ന സ്ഥിതി ഉണ്ടായി. ഇത്തരത്തിലുള്ള അവസ്ഥ ഒക്കെ ഉണ്ട്. അതിൽ ചിലതെങ്കിലും നടപടിയുടെ കൂടി പശ്ചാത്തലത്തിലാണ് ഉണ്ടായിട്ടുള്ളത്. അത്തരത്തിൽ സംഘടനാ നടപടിയാണ്, അത് ശിക്ഷയല്ല. അച്ചടക്ക നടപടി എന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിനെ എപ്പോഴും വിശേഷിപ്പിക്കുക. അച്ചടക്കം ഉറപ്പുവരുത്താനുള്ള നടപടിയായാണ്, ശിക്ഷാ നടപടി എന്ന് പറയാറില്ല. അതിന് വഴങ്ങിക്കൊണ്ട് തിരിച്ചെത്തുന്നത് രാമചന്ദ്രൻ പറഞ്ഞതുപോലെ നാണം കെട്ട ഒരു തിരിച്ചുവരവാണോ എന്നതുകൂടി പരിശോധിക്കേണ്ട ഘട്ടമാണ് ഇത്. സജീവൻ. അല്ല, ഒരു കമ്മ്യൂണിസ്റ്റിന്, അതായത് പാർട്ടി വ്യക്തിയേക്കാൾ വലുതാണ് എന്ന സംഘടനാ തത്വം അംഗീകരിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റിന് ഒരിക്കലും അത് നാണം കെട്ട തിരിച്ചുവരവല്ല. പാർട്ടി പ്രവർത്തകന്, പാർട്ടി നേതാവിന് എപ്പോഴും തെറ്റുപറ്റാനുള്ള സാധ്യതയുണ്ട്. പാർട്ടിക്കല്ല തെറ്റുപറ്റുന്നത്, പാർട്ടി പ്രവർത്തകനാണ്. ആ പ്രവർത്തകൻ്റെ തെറ്റ് തിരുത്താൻ വേണ്ടിയിട്ടാണ് അച്ചടക്ക നടപടി ഉണ്ടാകുന്നത്. അത് ജയിൽ ശിക്ഷ പോലൊരു നടപടിയല്ല. കുറ്റം ചെയ്തവനെ ശിക്ഷിക്കുന്ന തരത്തിൽ അവനെ ഒരിക്കൽ പോലും പിന്നീട് മാന്യതയില്ലാത്ത രീതിയിൽ ആക്കുന്ന നടപടിയല്ല. താങ്കൾ പറഞ്ഞതുപോലെ രണദീപ ഉൾപ്പെടെ EMS ഉൾപ്പെടെ എല്ലാ ആളുകളും പാർട്ടി അച്ചടക്ക നടപടികൾ, ഈ VS ഉൾപ്പെടെ അച്ചടക്ക നടപടികൾക്ക് വിധേയരായിട്ടുള്ള ആളുകളാണ്. അപ്പോഴൊക്കെ പാർട്ടി അവരെ കറക്റ്റ് ചെയ്ത് നേർവഴിക്ക് നയിക്കാനാണ് ശ്രമിക്കുന്നത്. ഇപ്പം നാളെ കാരാട്ടിന് എതിരെ ഒരു അച്ചടക്ക നടപടി ഉണ്ടായാൽ കാരാട്ടും ആ അച്ചടക്ക നടപടി ഏറ്റുവാങ്ങാൻ, അതിന് വിധേയനാവാൻ തീർച്ചയായിട്ടും സന്നദ്ധനാവണം. അതിനപ്പുറത്ത് ഞാനും പാർട്ടിയും, അത് VS പലപ്പോഴും VSന് മനസ്സിൽ വരാറില്ല. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞ കാര്യമാണ്, ഞാൻ പാർട്ടിയിൽ നിന്ന് വ്യത്യസ്തനായ ഒരു വ്യക്തിത്വം എന്ന രീതിയിലുണ്ട്. അത് പലപ്പോഴും അങ്ങനെയാണെങ്കിൽ അത് നാണം കെട്ട ഒരു തിരിച്ചു പോക്കായിട്ട് VSന് തോന്നിയേക്കാം. പക്ഷേ ഇവിടെ അതല്ല. ഇവിടെ പാർട്ടി ആവശ്യപ്പെടുന്നു, പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ, ഏതാണ്ട് സമ്പൂർണ്ണ പോളിറ്റ് ബ്യൂറോയ്ക്ക് തുല്യമായ ഭൂരിപക്ഷ പോളിറ്റ് ബ്യൂറോ, അങ്ങനെ ഒരു അവൈലബിൾ പോളിറ്റ് ബ്യൂറോ ചേർന്ന് ഇതെല്ലാം വിശകലനം ചെയ്യുന്നു. അതിനപ്പുറത്തേക്ക് പിന്നെ വേറൊന്നും വേണ്ടല്ലോ. VSന് ഇതെല്ലാം എന്നിട്ട് പറയുന്നത് VSന് ഒരവസരം കൂടി കൊടുക്കുന്നു, അദ്ദേഹത്തെ തിരിച്ചു വിളിക്കാൻ, നടപടി എടുക്കാനല്ല. അദ്ദേഹം ചെയ്ത തെറ്റുകൾ ഓരോന്നും ചൂണ്ടിക്കാട്ടിയിട്ടും വീണ്ടും അദ്ദേഹത്തിന് തെറ്റ് തിരുത്താനായിട്ട്, തെറ്റെന്ന് പോലും പറയണമല്ല, അദ്ദേഹത്തെ തിരിച്ചു വിളിക്കുകയാണ്. ഒരു നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു വൈക്കോൽ തുരുമ്പ് കൂടി കൊടുക്കുകയാണ് അദ്ദേഹത്തിന് പിടിച്ചു കയറാൻ വേണ്ടിയിട്ട്. അങ്ങനെ കയറിയാൽ VSന് മാന്യമായി തന്നെ പാർട്ടിയിൽ നിൽക്കാം. അദ്ദേഹം തന്നെ പലപ്പോഴും ചെയ്തിട്ടില്ലേ? അദ്ദേഹം പാർട്ടിയുടെ സമ്മേളനങ്ങളിലൊന്നും പങ്കെടുക്കാതെ പോയിട്ടും അദ്ദേഹത്തിന് പാർട്ടിയിൽ നിൽക്കാൻ പറ്റിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഈ VSന് ഇപ്പോഴത്തെ ഒരു അവസരം ഉപയോഗിക്കുകയാണ് അദ്ദേഹം ശരിയായ പാർട്ടി പ്രവർത്തകനാണെങ്കിൽ ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും ആ അവസരം ഉപയോഗിക്കാതെ എന്താണ് VS നാളെ ചെയ്യാൻ പോകുന്നത് എന്നത് തന്നെയാണ് വീണ്ടും എല്ലാവരും ഉറ്റുനോക്കുന്നത്. അങ്ങനെ VS പുറത്തേക്ക് പോകാനോ പുതിയൊരു രാഷ്ട്രീയത്തിനുള്ള സാധ്യത ഉണ്ടാക്കാനോ ശ്രമിക്കുകയാണെങ്കിൽ എന്തിന് ഇത്രയും വൈകി എന്ന നിരീക്ഷണങ്ങളും ഉണ്ടാകുന്നു. PIM ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ട് VS അച്യുതാനന്ദനോട് ഫോണിൽ സംസാരിച്ചു, സമ്മേളന വേദിയിലേക്ക് മടങ്ങി വരാൻ ആവശ്യപ്പെട്ടു എന്നാണ് ഒടുവിൽ കിട്ടിയ സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ട്. ഒപ്പം തന്നെ നാളെ 11 മണിക്ക് തിരുവനന്തപുരത്ത് വാർത്താലേഖകരെ VS അച്യുതാനന്ദൻ കാണും എന്ന് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്ന് അറിയിച്ചിട്ടുണ്ട്. ഇത് മുൻനിർത്തി പ്രചരിക്കുന്ന അഭ്യൂഹം, നിഗമനം VS പാർട്ടിയുടെ ക്ഷണം നിരാകരിച്ചിരിക്കുന്നു, തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നതാണ്. അക്കാര്യത്തിൽ സ്ഥിരീകരണമില്ല. VS നാളെ 11 മണിക്ക് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുന്നത് വരെ അക്കാര്യത്തിലുള്ള അനിശ്ചിതത്വം തുടരും. അത് കഴിഞ്ഞു മാത്രമാണ് അദ്ദേഹം പൊതുയോഗത്തിലേക്ക് ചേരാനുള്ള സമയം പിന്നീടും അവശേഷിക്കുന്നുണ്ട്. അതുണ്ടാകുമോ ഇല്ലയോ എന്ന് പറയാൻ കഴിയുക. ഇപ്പോൾ തലസ്ഥാനത്തെ പ്രമുഖ മാധ്യമപ്രവർത്തകൻ ശ്രീ PP ജെയിംസ് നമ്മളോടൊപ്പം ചേരുകയാണ്. ജെയിംസ്, പുതിയ വിവരങ്ങൾ സമാഹരിച്ചിട്ടായിരിക്കും
അങ്ങ് ചർച്ചയ്ക്ക് എത്തിയത് എന്ന് കരുതുന്നു. എന്താണ് തലസ്ഥാനത്ത് മാധ്യമ പ്രവർത്തകർക്കിടയിൽ ഇപ്പോഴുള്ള നിഗമനങ്ങൾ? നിരീക്ഷകർ എന്തു പറയുന്നു? എന്താണ് തലസ്ഥാനം ഇതര മലയാളികളോട് പറയുന്നത്? അല്ല, ചന്ദ്രശേഖരൻ തന്നെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. തീർച്ചയായിട്ടും വി എസിനെ സംബന്ധിച്ചിടത്തോളം വി എസ് പറഞ്ഞ കാര്യങ്ങളിലൊന്നും ഒരു അനുകൂലമായിട്ടോ അല്ലെങ്കിൽ അനുഭാവപൂർവമായൊരു നിലപാട് കേന്ദ്ര നേതൃത്വത്തിൻ്റെയോ സംസ്ഥാന നേതൃത്വത്തിൻ്റെയോ ഭാഗത്തുനിന്നുണ്ടായില്ലെന്നാണ് വി എസിനോട് അടുപ്പമുള്ളവർ പറയുന്നത്. ഏതെങ്കിലും കാര്യത്തിൽ ഒരു വിചിന്തനം ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഒരു റീതിങ്കിങ്ങിന് അല്ലെങ്കിൽ പുനർചിന്തനത്തിന് വഴിയുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതില്ലാത്തത് കൊണ്ട് വി എസ് എങ്ങനെ തിരിച്ചു പോകും? വന്ന വഴിക്ക് നിരുപാധികമായി വി എസ് തിരിച്ച് ചെല്ലണം എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ വരുന്നു. അതുകൊണ്ട് ഇനി തിരിച്ചു പോകുന്ന കാര്യം ഉണ്ടാകില്ല എന്ന് തറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. അതൊരു ജാള്യതയുടെ മാത്രം പ്രശ്നമായിട്ടല്ല വി എസ് പക്ഷം പറയുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വി എസിനെ ഇത്രമാത്രം അപമാനിച്ചു. ചില ഒരു പാർട്ടി സമ്മേളനത്തിൽ പോയത് കടുത്ത അച്ചടക്ക ലംഘനമാണ് എന്ന വിലയിരുത്തൽ നേതൃത്വത്തിന്റെ നിഗമനം വി എസ് അച്യുതാനന്ദൻ ഷെയർ ചെയ്യുന്നതായി അദ്ദേഹത്തിനോട് വി എസിനോട് വളരെ അടുപ്പമുള്ള ആൾക്കാർ പറഞ്ഞൊരു വാക്ക്, ഒരു മറ്റേ ചിന്താ ജെറോം എന്നൊരു പെൺകുട്ടി ഒറ്റുകാരൻ എന്ന് പറഞ്ഞ് വി എസിനെ കുറിച്ചൊരു കവിത, അല്ലെ ഞാനൊരു കവിത ഇറങ്ങുന്നു. സമ്മേളനത്തിൽ SFIയുടെ പ്രതിനിധികൾ, DYFയുടെ പ്രതിനിധികൾ വി എസിനെ എന്താ പറയുക, ഉപയോഗിക്കാൻ പറ്റാത്ത ഭാഷയിൽ ഇത് ചെയ്യുന്നു. ഈ പാർട്ടി ഉണ്ടാക്കിയ ഒരു സ്ഥാപകൻ, അദ്ദേഹം മരിച്ചുവെന്ന് കരുതി കൈതക്കാട്ടിൽ എറിഞ്ഞിട്ട കക്ഷി, പാർട്ടിക്ക് വേണ്ടി ജീവൻ കളയാൻ തയ്യാറായ ഒരാൾ, 93 വയസ്സുകാരനായ ഒരു വയോധികനെ പാർട്ടിയുടെ ഇപ്പോൾ വന്ന ആൾക്കാർ പോലും റിമോട്ട് ചലിപ്പിക്കുന്ന പോലെ കുറ്റവിചാരണ ചെയ്ത് കുത്തിക്കീറുന്ന ഒരു അവസ്ഥയിലേക്ക് നിൽക്കുമ്പോൾ വി എസ് എന്തിന് അത് കേൾക്കാൻ വേണ്ടി എന്നൊരു ചോദ്യമാണ് വി എസിനോട് അടുപ്പമുള്ളവർ ചോദിക്കുന്നത്. അതൊരു വികാരമാണ്. പാർട്ടി സമ്മേളനത്തിന്റെ പ്രക്രിയകളിൽ സ്വയം വിമർശനങ്ങൾ നടക്കേണ്ട ഒരു സ്ഥലമാണ്. അവിടെ ഇത്തരത്തിലുള്ള കടുത്ത രംഗങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. പക്ഷേ ഈ പ്രത്യേക പശ്ചാത്തലത്തിൽ അത് ഇത്തരത്തിൽ ആയി മാറിയിരിക്കുന്നു. രാമചന്ദ്രനും സജീവനും ഈ ചർച്ചയിൽ നിന്ന് പിരിയാനുള്ള സമയമായിരിക്കുകയാണ്. രാമചന്ദ്രൻ, ഇപ്പോൾ ജെയിംസ് പറഞ്ഞ അഭിപ്രായം ഒരു പക്ഷേ ഒട്ടേറെ പേർ അങ്ങനെയും കരുതുന്നുണ്ടാവും. അത്തരത്തിലുള്ള ഒരു വാദഗതി വളരെ ശക്തമായി ഇപ്പോൾ തെരുവ് മൂലകളിലും ചായക്കടകളിലും ഒക്കെ ഉന്നയിക്കപ്പെടുന്നുണ്ടായിരിക്കും. ആ വാദഗതിയെ താങ്കൾ എങ്ങനെ കാണുന്നു? താങ്കളുടെ ഉത്തരം. പ്രകാശ് കാരാട്ടും കോടിയേരി ബാലകൃഷ്ണനും ഇന്ന് ഉപയോഗിച്ച ഒരു പ്രയോഗം ഒരു വ്യക്തിയും പാർട്ടിക്ക് അതീതനല്ല എന്നാണ്. വി എസും അങ്ങനെ ധരിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഈ പൂജപ്പുര സെൻട്രൽ ജയിലിലെ 1962 സംഭവങ്ങൾക്ക് ശേഷം കേന്ദ്ര കമ്മിറ്റി അംഗമായ അദ്ദേഹത്തെ ജില്ലാ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തിയപ്പോൾ അത് അംഗീകരിച്ച ഒരാളാണ് അദ്ദേഹം. ഇന്നിപ്പോൾ മൊത്തം സംസ്ഥാന സമ്മേളനത്തിൻ്റെ അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് സംസ്ഥാന കമ്മിറ്റിയിൽ പോലും ഒരു ബർത്ത് കിട്ടാൻ ഒരു സാധ്യതയില്ലാത്ത അവസ്ഥയുണ്ട്. അപ്പോൾ ഇത്രയുമൊക്കെ വളർന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പാർട്ടിക്ക് മുകളിലേക്ക് വളർന്നു കഴിഞ്ഞ അച്യുതാനന്ദന് അങ്ങനെ ഒരവസ്ഥയിൽ ഇരിക്കാൻ കഴിയുമോ എന്നുള്ളതായിരിക്കും അദ്ദേഹത്തിൻ്റെ മനസ്സിനെ അലട്ടുന്ന ചോദ്യം എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് നേരത്തെ പറഞ്ഞ വിഷയങ്ങളെല്ലാം ഉണ്ട്. പിള്ളേരെല്ലാം വന്ന് അദ്ദേഹത്തെ പറ്റി ചീത്തയെല്ലാം വിളിക്കുന്നുണ്ട്. പക്ഷേ പാർട്ടി കാണുന്നത് അദ്ദേഹം പാർട്ടി സംസ്ഥാന സമ്മേളനത്തിൽ പാർട്ടിയുടെ ഒരു അച്ചടക്കമുള്ള പ്രതിനിധിയായി മറ്റ് സഖാക്കളെ പോലെ ഇരിക്കണമായിരുന്നു. അല്ലാതെ അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ സംഭവിച്ചത് അദ്ദേഹം പാർട്ടിക്ക് അതീതനായി വളർന്നു എന്ന തോന്നലിൻ്റെ ഫലമായിട്ടാണ് എന്ന് പാർട്ടി കരുതുന്നു. അങ്ങനെ പാർട്ടി കരുതുന്നതിൽ തെറ്റുണ്ടോ? ശ്രീ സജീവൻ, ഈ പറഞ്ഞ കാര്യത്തെ തന്നെ ഒന്ന് വിശകലനം ചെയ്താൽ 90 വയസ്സായ അല്ലെങ്കിൽ അതിൽ കൂടുതലായ ശ്രീ വി എസിനോട് പാർട്ടി പ്രതിനിധികളായ ചെറുപ്പക്കാർ എന്ത് വിമർശനം ഉന്നയിച്ചു, ഏത് ഭാഷയിൽ അത് പറഞ്ഞു എന്നുള്ളത് പോലെ തന്നെ ഒരുപക്ഷെ പാർട്ടി കാണുന്നതും അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് ചിന്താഗതി അനുസരിച്ചും ആ ഒരു ഘടനയിലും ഒരുപക്ഷെ കരുതുക തിരിച്ച് 90 വയസ്സായ
VS ഒരു ഉപരിസമിതിയിൽ ഇരിക്കുന്ന ആളാണ്. അദ്ദേഹം 20കാരുടെയും 30കാരുടെയും മനസ്സറിയേണ്ടതും ആ വിമർശനങ്ങളെ മുൻകൂട്ടി കാണാനുള്ള പ്രാപ്തി ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് അടുത്ത ഒരു സംസ്ഥാന സമിതിയിലേക്ക് പോലും അംഗമാകാൻ വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമം, അത്രമാത്രം സജീവത അദ്ദേഹം നിലനിർത്തുന്നു എന്ന സ്വയം തോന്നൽ കൊണ്ട്. അതുകൊണ്ട് തന്നെ ആ വിമർശനം അദ്ദേഹം ഉന്നയിക്കുന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് താങ്കൾ കാണുക, നിലനിൽക്കുക? അല്ല, എന്തുകൊണ്ടാണ് VSനെ ഇങ്ങനെ ഇപ്പോൾ പാർട്ടിയിലെ ഏറ്റവും ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ, SFIക്കാരായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ വിമർശിക്കുന്നത്? എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ഒറ്റുകാരൻ എന്ന് പറഞ്ഞുകൊണ്ട് കവിത എഴുതുന്നത് എന്നതിൻ്റെ കാരണം കൂടി നമ്മൾ ചിന്തിക്കണം. ഒറ്റ ചോദ്യമാണ് എനിക്ക് PP ജെയിംസിനോട് ചോദിക്കാനുള്ളത്. ഇതേപോലെ കോൺഗ്രസ്സുകാർ കൊലപ്പെടുത്തി എന്ന് പറയുന്ന ഒരു കേസ് ഉണ്ടെന്നായിരിക്കും. ഏതെങ്കിലും ഒരു വ്യക്തിയെ കൊലപ്പെടുത്തിയത് ഒരു വ്യക്തി രാഷ്ട്രീയ താല്പര്യം വെച്ചുകൊണ്ട് കോൺഗ്രസ്സുകാരാണ് എന്ന് പറഞ്ഞാൽ അതിൽ കോൺഗ്രസ്സിലെ ഏതെങ്കിലും ഒരു നേതാവ് VM സുധീരനാണ് ഇതിലെ കൊലയാളി എന്ന രീതിയിലേക്ക് ഏതെങ്കിലും ഒരു നേതാവ് MMSനോ ഉമ്മൻചാണ്ടിയോ അങ്ങനെ പറയുമ്പോൾ ആ പാർട്ടി അംഗീകരിക്കുമോ? അങ്ങനെ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. മറ്റുള്ള പാർട്ടികൾക്കെല്ലാം, കോൺഗ്രസ്സുകാർക്കും BJPക്കാർക്കും ലീഗുകാർക്കും മറ്റുള്ള CPIക്കാർക്ക് പോലും ഈ TP ചന്ദ്രശേഖരൻ വധക്കേസിൽ പിണറായി വിജയനാണെന്നും രണ്ടാം പ്രതി കോടിയേരി ബാലകൃഷ്ണനാണ് ഉൾപ്പെടെ എല്ലാം പറയാം. അത് പറയുന്നത് തെറ്റൊന്നുമില്ല. കാരണം അത് അവർക്കുള്ള അവകാശമാണ്, രാഷ്ട്രീയ പ്രശ്നമാണ്, രാഷ്ട്രീയമായിട്ട് അവർക്കുള്ള അവകാശമാണ്. അവർ ചെയ്യുകയും ചെയ്യും, താല്പര്യങ്ങളനുസരിച്ച് ചെയ്യും. പക്ഷേ ഈ സ്വന്തം പാർട്ടിയിലെ നേതാക്കന്മാരെ പ്രതിപ്പട്ടികയിലേക്ക് കൊണ്ടുവരുന്ന രീതിയിൽ ഈ TP ചന്ദ്രശേഖരൻ കേസിൻ്റെ കാര്യത്തിൽ മാത്രമല്ല മറ്റു പല കേസുകൾ അതിൻ്റെ യാഥാർത്ഥ്യമോ അല്ലാത്തതൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. അതിലാരാണ് ശരി, എന്ത് ചെയ്ത് ആരാണ് TP ചന്ദ്രശേഖരനെ കൊന്നത്, അതിൻ്റെ സത്യത്തിലേക്കല്ല ഒരു പാർട്ടിയും അങ്ങനെ അംഗീകരിക്കില്ല. പാർട്ടിയിലെ ഒരു നേതാവ് കയറിയിട്ട് അപ്പുറത്തേക്കാണെന്ന് പറഞ്ഞ് സമ്മതിക്കില്ല. ഇതാണ് പലപ്പോഴും നടന്നുകൊണ്ട്. ഇപ്പോൾ VSനെ സംബന്ധിച്ചിടത്തോളം ഇത് പറയാൻ ഒറ്റുകാരൻ എന്നവർക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പാർട്ടിയെ ഒറ്റിക്കൊടുക്കുന്ന ഒരാൾ, അതിൻ്റെ ഒരു വളരെ സിമ്പിളായിട്ടുള്ള ലാംഗ്വേജ് മാത്രമേ ഉള്ളൂ. പാർട്ടിയെ ഒരാൾ ഒറ്റിക്കൊടുക്കുന്നു, അയാൾ ഒറ്റുകാരൻ എന്നവർക്ക് സംശയിക്കുന്നു, അത് പറയുന്നു. ഇതിന് പകരം അങ്ങനെ ഇല്ലാതെ VS എപ്പോഴും ഒരു തെരഞ്ഞെടുപ്പിൽ PDPയുമായി ചേർന്നു എന്തെല്ലാം കോലാഹലങ്ങളുണ്ടാക്കി. അപ്പോൾ ഇതിന് പകരം പാർട്ടി ചെയ്യുന്ന തെറ്റിനെ പാർട്ടി ഫോറത്തിൽ കുറ്റപ്പെടുത്തുന്നതിന് പകരം പാർട്ടി ഫോറത്തിന് അപ്പുറത്തേക്ക് നിന്നുകൊണ്ട് ഇടപെടാൻ ആഗ്രഹിക്കുന്നു. സജീവൻ 1-2 തവണയായി ഈ PDP ബന്ധത്തെക്കുറിച്ച് പറയുന്നത്. സജീവൻ ഒരുപക്ഷെ ഓർക്കാത്തൊരു കാര്യം, CPMന്റെ പാർട്ടി കോൺഗ്രസ് കാലാകാലങ്ങളായി എടുത്തൊരു നിലപാടാണ്. എത്രയോ കാലം മുമ്പത്തെ പാർട്ടി കോൺഗ്രസ് എടുത്താണ് ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരുപോലെ ആപത്താണ്. രണ്ട് വർഗീയതയുമായിട്ട് കൂട്ടുകൂടാൻ പാടില്ല. അത് ന്യൂനപക്ഷ വർഗീയതയുമായി കൂട്ടുകൂടുന്നതാണ് PDP ബന്ധം. ആ ബന്ധത്തിൻ്റെ പേരിലാണ് VS അത് ചോദ്യം ചെയ്തത്. ആ ചോദ്യം ചെയ്തത് എങ്ങനെ പാർട്ടി വിരുദ്ധമാവും? പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി, പോളിറ്റ് ബ്യൂറോ, സംസ്ഥാന നേതൃത്വത്തിൻ്റെ തീരുമാനത്തെ തള്ളിപ്പറഞ്ഞില്ലേ? അതിൻ്റെ പേരിൽ താക്കീത് നൽകിയില്ലേ? അപ്പൊ എങ്ങനെ PDP ബന്ധത്തെ VS പാർട്ടി വിരുദ്ധമായിട്ട് ചിന്തിച്ചു? പാർട്ടി കോൺഗ്രസ് തീരുമാനിച്ച തീരുമാനത്തെയാണ്. അതല്ല പ്രശ്നം. ഒരു കാര്യത്തിൽ ഒരു വിമർശനം ഉണ്ടായി, അത് പിന്നീട് ആക്സെപ്റ്റ് ചെയ്യപ്പെടാം, ചെയ്യപ്പെടാതിരിക്കാം. വിമർശനം ഉയരുമ്പോൾ പാർട്ടിയുടെ അടഞ്ഞ സമ്മേളന വേദികൾക്കിടയിൽ വിമർശനം ഉയരുമ്പോൾ അത് വിമർശിക്കപ്പെടുന്ന ആളുകൾ കേട്ടിരിക്കുന്നതാണ് കമ്മ്യൂണിസ്റ്റ് രീതി. മാത്രവുമല്ല കമ്മ്യൂണിസ്റ്റ് ഘടകങ്ങൾ അതൊരു ബ്രാഞ്ച് ആണെങ്കിൽ പോലും അവിടെ ഉള്ള ആളുകൾ, അച്ഛൻ മകനെതിരെയുള്ള പരാതി, ഭർത്താവ് ഭാര്യയ്ക്കെതിരെയുള്ള പരാതി, അതൊക്കെ ചർച്ച ചെയ്യുകയും അതിനൊക്കെ പരിഹാരം കണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നതാണ് കമ്മ്യൂണിസ്റ്റ് രീതി. ചർച്ചകൾ പോലും അങ്ങനെയാണ്. അത് ശരിയാണോ തെറ്റാണോ? അങ്ങനെ തന്നെ വേണോ ഒരു പാർട്ടി? അതൊക്കെ മറ്റൊരു കാര്യമാണ്. ആ രീതിയാണ് ഈ നേതാക്കളൊക്കെ താഴെയുള്ളവരെ പഠിപ്പിച്ചിരിക്കുന്നത്. വയോധികരായ ചെറുപ്പത്തിൽ ഈ അവകാശം എൻജോയ് ചെയ്തവരാണ്. പാർട്ടി ജനറൽ സെക്രട്ടറിമാർക്കെതിരെ പോലും നടപടിയെടുത്തൊരു പാർട്ടിയാണ്. അവിടെ വിമർശനങ്ങളുടെ പേരിൽ വികാരം കൊണ്ട് ഇതുപോലെ കടുത്ത ഒരു നിലപാടെടുക്കുന്നത് ശരിയാണോ എന്ന ചർച്ച പ്രസക്തമാണ്. തിരിച്ചു കഴിഞ്ഞും ചോട്ടെ, എന്നോട് ചോദിക്കണ്ട, സജീവനോട് ചോദിക്കൂ. മറ്റേ സജീവനൊക്കെ കൂടെ സംസാരിച്ച ഒരു പശ്ചാത്തലത്തിൽ ഇപ്പൊ VSന്റെ സെക്രട്ടറി ആയിരുന്ന കാലത്തും ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട്, പിണറായിയുടെ കാലത്തും സംഭവിച്ചിട്ടുണ്ട്. ഞാൻ വായിച്ചിട്ടുള്ളത് വെച്ചിട്ട് സ്റ്റാലിൻ സർവാധികാരിയായിരുന്ന കാലത്ത്
എല്ലാവരും സ്റ്റാലിനെ എങ്ങനെ ഇഷ്ടപ്പെടുന്നു എന്നുള്ള രീതിയിൽ സംസാരിച്ചുകൊണ്ടിരുന്നത്. സ്റ്റാലിൻ ഒരാളെ എതിരാളിയെ തകർക്കണമെങ്കിൽ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് എതിരാളിയെ സ്റ്റാലിൻ എങ്ങനെ ചിന്തിക്കുന്നു അതുപോലെ ചിന്തിക്കുന്നു. ഇന്നെന്താണ് പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്നവരുടെ പ്രീതി നേടി സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി പാദസേവ ചെയ്യുന്നവരായി പാർട്ടിയിലെ യുവജന ആൾക്കാർ മാറിയിരിക്കുന്നു. ഒരു വ്യത്യസ്ത സ്വരം പോലും പറയാനുള്ള ധൈര്യം CPM പാർട്ടിക്കുള്ളിലെ കാണിക്കുന്ന ധൈര്യം പോലും പാർട്ടിയിലെ ഓശാന പാടുന്നതല്ലാതെ ഈ പാർട്ടിയില് ഇപ്പൊ VS-നെ ഈ തൂക്കിക്കൊല്ലാൻ പറയുന്ന ഒരു തന്റേടം, ഇന്ന കാര്യങ്ങളിൽ പാർട്ടിക്ക് തെറ്റുപറ്റിയെന്ന് പറയാനുള്ള ഒരു തന്റേടം ഈ പാർട്ടിയിലെ പ്രതിനിധികൾക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതങ്ങ് പ്രതിനിധികളോട് പറഞ്ഞ പോരെ എന്നാണ് ചോദ്യം. ഇത് സമ്മേളനത്തിൽ അവസരം കിട്ടുന്ന ആളുകൾക്ക് പ്രതിനിധികളോട് അങ്ങ് പറഞ്ഞ പോരെ? അതിന് പകരം സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതാണോ ഒരു രീതി എന്നതാണ് ചോദ്യം. സജീവൻ, താങ്കളാണ് പ്രശ്നം ഉന്നയിച്ചത്, ഞാനാണ് ഇപ്പൊ പുലിവേല പിടിച്ചത്. മറുപടി പറയൂ. നിങ്ങൾ രണ്ടുപേരും കൂടി വാദിച്ചു. അല്ല, ഞാൻ മിണ്ടാതിരുന്ന എനിക്കൊരു ആങ്കർ ചെയ്യുന്ന ആളുകൾക്കുണ്ട്. അതാണിത്. അല്ലാണ്ട് ചെറുപ്പക്കാര് അല്ല, ഞാൻ തന്നെ മറുപടി പറയാം. തീർച്ചയായും ഞാൻ തന്നെ പറയാം. PPMs പറഞ്ഞത് VS പാർട്ടി ഒരിക്കലും ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും സ്വീകരിക്കാൻ പാടില്ല എന്ന് തീരുമാനമെടുത്തു. ഞാൻ പറഞ്ഞതാണ്, അത് തീരുമാനം തെറ്റായിട്ടുള്ള തീരുമാനമാണ് പിണറായി വിജയൻ സെക്രട്ടറി ആയിരുന്ന കാലത്ത് എടുത്തത് എങ്കിൽ, അതായത് പാർട്ടി നയത്തിന് വിരുദ്ധമായിട്ടാണ് എടുത്തതെങ്കിൽ അത് പറയേണ്ടത് പാർട്ടി ഫോറത്തിലാണ്. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ രീതി. അത് മറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഏത് പാർട്ടികളുടെയും രീതി അതാണ്. ഞാൻ നേരെ ഉച്ചയ്ക്ക് മുമ്പ് പറഞ്ഞിരുന്ന ഒരു കാര്യം, ഇബ്രാഹിം സുലൈമാൻ ചേട്ടിനെതിരെ ലീഗ് നടപടിയെടുത്തത് എങ്ങനെയാണ്? പാർട്ടി അഖിലേന്ത്യാ പ്രസിഡൻ്റായിരുന്ന ഇബ്രാഹിം സുലൈമാൻ ചേട്ട് പാർട്ടിയുടെ പൊതുനയത്തിന് വിരുദ്ധമായിട്ട് പരസ്യമായ നിലപാടെടുത്തു. അത് ശരിയല്ല എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ പരസ്യമായിട്ടുള്ള നിലപാടെടുക്കേണ്ടത് പാർട്ടി ഫോറത്തിൽ പറയുക. അത് ലീഗിലാണെങ്കിലും കോൺഗ്രസ്സിലാണെങ്കിലും CPIയിലാണെങ്കിലും CPMലാണെങ്കിലും ഒക്കെ ചെയ്യേണ്ടത് പാർട്ടി ഫോറത്തിലാണ്. അത് VS ചെയ്തിരുന്നുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കാൻ നേരത്തെ പാതിയിലേറെ ആളുകൾ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിലും ഇതിലൊക്കെ ഭൂരിപക്ഷ പിന്തുണ ഉണ്ടായിരുന്ന ആളല്ലേ VS. എന്തുകൊണ്ട് അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന ഏറ്റവും ഒടുവിൽ കൃഷ്ണദാസ് ഉൾപ്പെടെയുള്ള ആളുകൾ പോലും അദ്ദേഹത്തിന് വിമർശകരായി? കാരണം VS പാർട്ടി ഫോറത്തിൽ ഉയർത്തിയില്ല. ഞാൻ VSൻ്റെ ഭാഗം തെറ്റാണെന്ന് പറയുന്നില്ല. VS പറയുന്നതാവാം ശരി, മറ്റു പല ആളുകളും ചെയ്യുന്നത് തെറ്റാവാം. പക്ഷേ ആ തെറ്റുകളൊക്കെ ചൂണ്ടിക്കാണിക്കേണ്ട ഫോറത്തിൽ, അതൊരു പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിൽ കോൺഗ്രസ്സുകാരനായാലും ലീഗുകാരനായാലും കമ്മ്യൂണിസ്റ്റുകാരനായാലും എല്ലാ ആളുകളും ചെയ്യേണ്ട അതാണ്. നമുക്കറിയാമല്ലോ, മോഡിയെ വിമർശിച്ചതിനാണ്, പരസ്യമായി വിമർശിച്ചതിൻ്റെ പേരിലല്ലേ പല ഉന്നത നേതാക്കന്മാർക്കെതിരെയും നടപടി വന്നിട്ടുള്ളത്. അവരെ പലപ്പോഴും മാറ്റി നിർത്തിയത് എന്തുകൊണ്ടാണ്? പാർട്ടി ഒരു രീതിയിൽ മോഡിയെ പുകഴ്ത്താൻ, മോഡിയെ ഉയർത്തിക്കാട്ടാൻ ശ്രമിച്ചു. അപ്പോൾ അതിന് വിരുദ്ധമായിട്ട് അദ്വാനി ഉൾപ്പെടെയുള്ള ആളുകൾ രംഗത്ത് വന്നു. അപ്പോൾ അവരെയൊക്കെ സൈഡ് ലൈൻ ചെയ്തു. ഇത് സ്വാഭാവികമാണ്. അപ്പോൾ പരസ്യമായ രീതിയിൽ പോയി എന്നുള്ളത് കൊണ്ടായിരിക്കാം എനിക്ക് ഈ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ, കവിത എഴുതിയുള്ള ആളുകളൊക്കെ VS-നെ പോലുള്ള ഒരു സമുന്നതനായ നേതാവിനെ മോശമായി ചിത്രീകരിച്ചതിനെ ന്യായീകരിക്കില്ല. പക്ഷേ അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കുന്നതിന് VS വഴിവെക്കാൻ പാടില്ലായിരുന്നു എന്നാണ് ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും. എന്തായാലും ഇപ്പോൾ ചർച്ചയിൽ ഇത്രയും നേരം ഉണ്ടായിരുന്ന ശ്രീ അജിത് കുമാറും ശ്രീ രാമചന്ദ്രനും ചർച്ചയിൽ നിന്ന് മാറുകയാണ്. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ രാമചന്ദ്രൻ, ഒപ്പം ശ്രീ അജിത് കുമാർ. ഇപ്പോൾ പുതിയ അതിഥി കൂടി ചേർന്നിരിക്കുന്നു, ശ്രീ ജേക്കബ് ജോർജ്. ശ്രീ ജേക്കബ് ജോർജ്, ഇപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങൾ കൂടി വന്നിരിക്കുന്നു. ശ്രീ പിണറായി വിജയൻ മറുപടി പ്രസംഗത്തിൻ്റെ ഭാഗമായി പറഞ്ഞതാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഇടതുമുന്നണി വികസിപ്പിക്കും, ബന്ധപ്പെട്ടവരുമായി ആലോചിച്ച് തീരുമാനമെടുക്കും, ബദൽ വികസന നയം രൂപീകരിക്കും, പാർട്ടിയിൽ പൂർണ്ണമായ ഐക്യം സാധ്യമായിരിക്കുന്നു. ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി നമ്മളോടൊപ്പം സാലി മുഹമ്മദ് ചേരുന്നു. സാലി, എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? NPC സംസ്ഥാന സെക്രട്ടറി അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ട് ഐക്യ സംസ്ഥാന കമ്മിറ്റി, സംസ്ഥാന സമിതി സമ്മേളനം അംഗീകരിച്ചിരിക്കുന്നു എന്ന ഏറ്റവും പുതിയ വാർത്തയാണ് ഇതുമായി ബന്ധപ്പെട്ട് നൽകാനുള്ളത്. ഇപ്പോൾ സംസ്ഥാന സമ്മേളനത്തിൻ്റെ പ്രതിനിധി സമ്മേളനത്തിൻ്റെ ഒന്നാം ഘട്ടം അവസാനിച്ചിരിക്കുന്നു. പൊതുചർച്ച പൂർത്തിയാക്കി. അഖിലേന്ത്യാ സെക്രട്ടറിയുടെയും സംസ്ഥാന സെക്രട്ടറിയുടെയും മറുപടി പ്രസംഗങ്ങളും പൂർത്തിയായിരിക്കുന്നു. മറുപടി പ്രസംഗത്തിൽ പിണറായി വിജയൻ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ചിലത് ഞാൻ സൂചിപ്പിക്കാം. ഒന്ന്, ഇടതുമുന്നണി വികസിപ്പിക്കും, അത് സംബന്ധിച്ച് ബന്ധപ്പെട്ടവരുമായി കൂടിയാലോചിച്ച് തക്ക സമയത്ത് തീരുമാനമെടുക്കും എന്നും പിണറായി മറുപടി പ്രസംഗത്തിൽ വ്യക്തമാക്കുകയുണ്ടായി. ബദൽ വികസന നയം രൂപീകരിക്കും.
രൂപീകരിക്കും. സംസ്ഥാനത്തിൻ്റെ വികസന കാര്യങ്ങളിൽ പിന്നോക്കാവസ്ഥയുണ്ട്. അക്കാര്യത്തിൽ UDF-ന് വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് സർക്കാരിന്. അതുകൊണ്ട് തന്നെ ബദൽ വികസന നയം രൂപീകരിക്കും, അത് നടപ്പിലാക്കും. അതുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ പുരോഗതി ഉണ്ടാക്കും. മാത്രമല്ല പാർട്ടിയുടെ വിഭാഗീയതയും പാർട്ടി ഐക്യവും സംബന്ധിച്ചൊക്കെ വ്യക്തമായി തന്നെ പിണറായി സമാപന പ്രസംഗത്തിൽ മറുപടി പ്രസംഗത്തിൽ വ്യക്തമാക്കുകയുണ്ടായി. അതായത് വിഭാഗീയത പൂർണ്ണമായിട്ടും അവസാനിച്ചു ഈ കാലയളവിൽ എന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഘടന ഒറ്റക്കല്ലിൽ കൊത്തിയതുപോലെയായി. മാത്രമല്ല പാർട്ടി ഐക്യം പൂർണ്ണമായും സാധ്യമായി എന്ന വിലയിരുത്തൽ തന്നെയാണ് പാർട്ടിക്കുള്ളത്. ഇത്തരത്തിൽ ഒരു മറുപടി പ്രസംഗം പിണറായി നടത്തുകയും അതിനെ ഐക്യകണ്ഠേന സമ്മേളനം അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്നു. കഴിഞ്ഞ ദിവസം പിണറായി അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടുമേലുള്ള ചർച്ച 1.5 ദിവസത്തോളം നീണ്ടുനിന്നു. ആ ചർച്ചയുടെ കാര്യങ്ങളും കൂടി പങ്കുവെച്ചുകൊണ്ടാണ് ഇന്ന് പിണറായി മറുപടി പ്രസംഗം നടത്തിയത്. മറുപടി പ്രസംഗത്തിൽ ഞാനിപ്പോൾ സൂചിപ്പിച്ചതുപോലെയുള്ള നിർണായകമായ പ്രഖ്യാപനങ്ങൾ പിണറായി നടത്തുകയും ചെയ്തു. ഏതായാലും പ്രതിനിധി സമ്മേളനത്തിൻ്റെ ഒരു ഘട്ടം അവസാനിച്ചിരിക്കുന്നു. നാളെ രാവിലെ പ്രതിനിധി സമ്മേളനം പുനരാരംഭിക്കുമ്പോൾ പുതിയ സംസ്ഥാന കമ്മിറ്റിയെ തെരഞ്ഞെടുക്കും. മാത്രമല്ല അടുത്ത പാർട്ടി കോൺഗ്രസിനുള്ള പ്രതിനിധികളെ നിശ്ചയിക്കും. അതിനുശേഷം സംസ്ഥാന കമ്മിറ്റി പുതുതായി രൂപീകരിക്കപ്പെട്ട സംസ്ഥാന കമ്മിറ്റി യോഗം ചേർന്ന് സംസ്ഥാന സെക്രട്ടറിയെ നിശ്ചയിക്കും. അതോടുകൂടി പ്രതിനിധി സമ്മേളനത്തിൻ്റെ ഒരു ഘട്ടം പ്രതിനിധി സമ്മേളനം പൂർണ്ണമായി പൂർത്തിയാകും. ഉച്ചയ്ക്ക് ശേഷമാണ് പ്രകടനവും പൊതുസമ്മേളനവും ഉൾപ്പെടെയുള്ള പരിപാടികൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. സാലി മുഹമ്മദാണ് വിശദീകരണങ്ങൾ നൽകിയത്. ശ്രീ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ കൂടി കൊച്ചിയിൽ ചേർന്നിട്ടുണ്ട്. ശ്രീ ജേക്കബ് ജോർജ്, ഇതൊക്കെയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സംഭവിച്ചിരിക്കുന്നത്. നാളെ പുതിയ സംസ്ഥാന സെക്രട്ടറി CPM-നെ നയിക്കാൻ ഉണ്ടാകാൻ പോകുന്നു. പാർട്ടി കോൺഗ്രസിലേക്കുള്ള പ്രതിനിധികൾ ഉണ്ടാകും. പുതിയ സംസ്ഥാന സമിതി പാർട്ടി സമ്മേളനത്തിലെ മിക്കവാറും വിവരങ്ങളൊക്കെ താങ്കൾ മനസ്സിലാക്കിയിരിക്കുന്നു. അതിനെ തുടർന്നുള്ള ചില വാർത്തകൾ അല്പം ഇഷ്ടക്കേടോടുകൂടിയാണെങ്കിലും ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതും താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. മാധ്യമങ്ങളെ കാണുന്ന VS-നെ കുറിച്ചുള്ള വാർത്തയും ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്നു. നാളെ മാധ്യമങ്ങളെ കാണുന്ന എന്താണ് പാർട്ടി സമ്മേളനത്തിൻ്റെ ഈ ദിവസം അവസാനിക്കുമ്പോൾ നാളെ പുതിയ സെക്രട്ടറിയെ കാത്തിരിക്കുന്ന പാർട്ടി അണികൾക്കും അംഗങ്ങൾക്കും ഒക്കെ മുമ്പിൽ എങ്ങനെ വിലയിരുത്തുന്നു സംഭവ വികാസങ്ങളെ? തീർച്ചയായിട്ടും CPM-ന്റെ പുതിയ സെക്രട്ടറിക്ക് ഒരു വലിയ വെല്ലുവിളിയായിരിക്കും. ഒന്നാമത്തെ കാര്യം, വളരെ ശുഷ്കിച്ച ഇടതുമുന്നണി ആണ് അദ്ദേഹത്തിന് നേരിടാനുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി. ഘടകകക്ഷികൾ ഇപ്പോൾ 2 ഘടകകക്ഷികൾ, പ്രധാനപ്പെട്ട 2 കക്ഷികളാണ് മുന്നണി വിട്ടുപോയത്. ഏറ്റവും ഒടുവിൽ RSP, അതിനു മുമ്പ് ജനതാദൾ. അതെ, വികസിപ്പിക്കാൻ ചിലപ്പോൾ ഒരു അജണ്ട ഉണ്ടാക്കി കാണണം. ആവട്ടെ, വികസിപ്പിക്കട്ടെ. ഇടയ്ക്ക് കേരള കോൺഗ്രസ് ഒക്കെ വരുമെന്നു, മാണിയെ മുഖ്യമന്ത്രിയാക്കുന്നു ഒക്കെ പറഞ്ഞു കിട്ടിരുന്നു. ഓക്കെ, പക്ഷേ എങ്കിൽ പോലും മുന്നേ ശരിക്കും പറഞ്ഞാൽ അങ്ങപ്പുറത്ത് UDF-നകത്ത് നിറച്ച് രാഷ്ട്രീയ കക്ഷികൾ, നിറച്ചെന്ന് വെച്ചാൽ ബസ്സിലെ ആൾക്കാരിങ്ങനെ കമ്പിയെ തൂങ്ങി നിൽക്കുന്ന പോലെ ഗോവേണിയിലും പുറത്തെ ഗോവേണിപ്പടിയിലും ആൾക്കാർ തൂങ്ങി നിൽക്കുന്ന പോലെയാണ് ഇവിടെ കക്ഷികൾ. CMP മുതൽ അങ്ങോട്ട് വലുതും ചെറുതുമായ അനേകം പാർട്ടികൾ. ഇങ്ങനെ പുറത്താണെങ്കിൽ പാർട്ടികളില്ല. ഇഷ്ടംപോലെ സീറ്റൊക്കെ വിതരണം ചെയ്യാൻ നമ്മൾ പോയാലും കിട്ടും വേണമെങ്കിൽ സീറ്റൊക്കെ. അതുപോലെയുള്ള സ്ഥിതിയാണ്. അപ്പോൾ ഈ സ്ഥിതി മാറി വേറൊരു കാര്യം കൂടിയുണ്ട്. UDF എന്ന് പറഞ്ഞാലേ രാഷ്ട്രീയ കക്ഷികൾ മാത്രമല്ല, സർവ്വ സമുദായങ്ങളും ഉണ്ട് അതിനകത്ത്. നായർ സമുദായം, ഈഴവ സമുദായം എന്നൊക്കെ പറയുന്ന ആ സമുദായ നേതാക്കന്മാർ, സമുദായം ഉണ്ടോയെന്ന് അറിയത്തില്ല, ക്രിസ്ത്യൻ സമുദായം, ബിഷപ്പുമാർ, സമുദായ നേതാക്കന്മാർ, മുസ്ലിം ലീഗ്, ആസച്ച് 20 സീറ്റാണ് ഇപ്പോഴുള്ളത്. അപ്പോൾ നോക്കുമ്പോഴത്തേക്ക് എല്ലാം കൊണ്ടും രാഷ്ട്രീയമായി സാമുദായികമായി UDF-ന് അനുകൂലമായൊരു സ്ഥിതിയാണ്. ആ ബലാബലം എന്ന് പറഞ്ഞാൽ ബലം കൂടുതലാണ് അവിടെ. അപ്പം അതിനെ എങ്ങനെ ഈ ശുഷ്കിച്ച ഇടതുമുന്നണി നേരിടും? CPM നേതൃത്വമുള്ള പാർട്ടിയാണ്, നേതൃ പാർട്ടിയാണ്. അപ്പോൾ ഈ പ്രധാനപ്പെട്ട വെല്ലുവിളിയായിരിക്കും ഈ പുതിയ സെക്രട്ടറിക്ക് നേരിടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഒരു പക്ഷേ ഇത്രയും നേരം VS-മായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ച നടക്കുകയായിരുന്നു. അത് സ്വാഭാവികമാണ്. ഇപ്പോൾ ഇതാ സംസ്ഥാന സമ്മേളന നടപടികൾ, അതിൻ്റെ പ്രധാനപ്പെട്ട നടപടികൾ, ഇന്നത്തെ നടപടികൾ അവസാനിച്ചിരിക്കുന്നു. നേരത്തെ കോടിയേരി ബാലകൃഷ്ണൻ ബ്രീഫിംഗ് നൽകിയപ്പോൾ തങ്ങൾ സ്വീകരിക്കുന്ന വിവിധ കാര്യങ്ങൾ പറയുകയുണ്ടായി. പുതിയ നയസമീപനങ്ങളുടെ കാര്യങ്ങൾ പറയുകയുണ്ടായി. വർഗ ബഹുജന പരിസ്ഥിതി ദലിത് ആദിവാസി താല്പര്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള ഒട്ടേറെ പരിപാടികൾ പ്രഖ്യാപിക്കുകയുണ്ടായി. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഫ്യൂഡൽ മേഖലയിലെ കൂടി വ്യാപിപ്പിക്കുന്ന ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. സംസ്ഥാനത്തെ ജാതി മത സ്വാധീനത്തെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ഒരു നടപടികൾ സ്വീകരിക്കണം എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ പ്രായോഗിക രൂപമായി കോടിയേരി വിശദീകരിച്ചത് പള്ളികളും ക്ഷേത്രങ്ങളും പ്രതിലോമകാരികൾ കൈവശപ്പെടുത്താനുള്ള നീക്കം നടത്തുന്നു. RSS-നെയും SDP-യെയും
നേരിട്ട് അദ്ദേഹം പേരെടുത്ത് പരാമർശിക്കുകയുണ്ടായി. ഈ സ്ഥിതി ഒഴിവാക്കാനുള്ള ഇടപെടൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിലൂടെ അവതരിപ്പിക്കപ്പെടുന്ന ആ സാമൂഹ്യ പദ്ധതി, താങ്കളും ചിലപ്പോൾ ആ ബ്രീഫിംഗ് കേട്ടിട്ടുണ്ടായിരിക്കും, ആ സാമൂഹ്യ പദ്ധതിയോടുള്ള ഒരു നിരീക്ഷകന്റെ പ്രതികരണം എന്താണിപ്പോൾ? ഏതായാലും ഈ VS ഉയർത്തിയ വിവാദ കൊടുങ്കാറ്റിൽ സംസ്ഥാന സമ്മേളനത്തിൻ്റെ ട്രാക്ക് തെറ്റിയിട്ടില്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. നിശ്ചയിക്കപ്പെട്ട അജണ്ട അനുസരിച്ച് സംസ്ഥാന സമ്മേളനം മുന്നോട്ട് പോകുന്നു. ക്രിയാത്മകമായ സർഗാത്മകമായ പരിപാടികൾ മുന്നോട്ട് വയ്ക്കുന്നു. നാളെ ഈ സംസ്ഥാനത്തിൻ്റെ ഭരണഭാരം ഏറ്റെടുക്കേണ്ട, ഇന്ത്യയുടെ തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകേണ്ട ഒരു പാർട്ടിയെ സംബന്ധിച്ച് അങ്ങനെ തന്നെ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. നമ്മൾ വർഗീയതയ്ക്കെതിരെ മതനിരപേക്ഷതയുടെ അടിസ്ഥാനത്തിൽ അതിശക്തമായ നിലപാട് സ്വീകരിക്കുന്ന പ്രസ്ഥാനമാണ് CPIM. ആ പാർട്ടിയെ സംബന്ധിച്ച് ധാരാളം വെല്ലുവിളികളുമുണ്ട്. ഇവിടെ ജേക്കബ് ചൂണ്ടിക്കാണിച്ചതുപോലെ UDF എന്ന് പറയുമ്പോൾ സമസ്ത സാമുദായിക സംഘടനകളും നേതാക്കന്മാരും എല്ലാം ഉൾച്ചേർന്നതാണ്. അവരുടെ ഒരു വർഗീയ അജണ്ട അനുസരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പള്ളികളും ക്ഷേത്രങ്ങളും കേന്ദ്രീകരിച്ച് ഉള്ള വർഗീയ പ്രവർത്തനങ്ങൾ, അത് ഭീകരതയോട് വരെ വക്കോളമെത്തുന്ന പ്രവർത്തനങ്ങൾ അത് നടന്നുകൊണ്ടിരിക്കുന്നു. അതൊക്കെയാണ് കോടിയേരി പേരെടുത്ത് പരാമർശിച്ച ചില സംഘടനകളൊക്കെ. അവിടെ മാറി നിൽക്കാതെ വിട്ടുനിൽക്കാതെ ഇവിടെ ഞങ്ങൾക്കും ഒരു ഇടമുണ്ട് എന്ന് സ്ഥാപിച്ചുകൊണ്ട് മതനിരപേക്ഷതയുടെ അടിസ്ഥാനത്തിൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്നതിന്, ഇൻക്ലൂസീവ് ആകുന്നതിനുള്ള ഒരു പ്രസ്ഥാനമായി മാറുന്നതിനുള്ള CPIMൻ്റെ പരിശ്രമത്തിൻ്റെ ഒരു ഭാഗമായി വേണം ഇന്നത്തെ ഈ പ്രഖ്യാപനങ്ങളെ നാം കാണേണ്ടത്. ശ്രീ PP ജെയിംസ്, ഒരുപക്ഷെ ഈ പറയുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് VS ചർച്ചയിൽ ഹൈജാക്ക് ചെയ്യപ്പെട്ടു പോവുക എന്നുള്ളതാണ് പലരും ഉറ്റുനോക്കുന്നത്. ഇപ്പോൾ ശ്രീ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞതുപോലെ എന്തായാലും ഇതുവരെ പാർട്ടിയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന അവരുടെ അജണ്ട മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ വന്നിരിക്കുന്ന നീക്കങ്ങൾ കാണുമ്പോൾ അതെല്ലാം ശരിയായ ദിശയിൽ തന്നെ പ്രഖ്യാപനങ്ങൾ പുറത്തേക്ക് വന്നു കഴിഞ്ഞു. ഇത് എല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്കായിരിക്കാം ഒരുപക്ഷെ നാളെ 11 മണിക്ക് VSും ഒക്കെ ആലോചിക്കുക. എന്താണ് ഇതിനോടൊപ്പം നിൽക്കേണ്ട സാഹചര്യത്തെ കുറിച്ചായിരിക്കും അദ്ദേഹവും പറയുക. അതിനെ എങ്ങനെ ശക്തിപ്പെടുത്തും എന്നുള്ളതിനെക്കുറിച്ചായിരിക്കും ഒരുപക്ഷെ പറയേണ്ടി വരിക. അത് ഒരുപക്ഷെ ഈ സമയം കിട്ടുന്നത് അതിനു കൂടി സഹായകരമായിരിക്കുമോ VSന്? അല്ല, VSന് ഇപ്പോൾ ഇടതുമുന്നണി വിപുലീകരിക്കുന്നതിനെക്കുറിച്ച് VS സംസാരിക്കുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ശ്രീ പിണറായി വിജയൻ അവതരിപ്പിച്ച റിപ്പോർട്ടിൽ അതിൻ്റെ മറുപടിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പ്രസക്തമാണ്. വരില്ല എന്ന് പറയില്ല. ഇപ്പോൾ ജനതാദളുമായിട്ട് CPM വളരെ അടുത്ത ബന്ധത്തിലേക്ക് പോകുന്നുണ്ട്. ഇപ്പോൾ ശ്രീ വീരേന്ദ്രകുമാറിൻ്റെ പാർട്ടിയുമായിട്ട് നേരത്തെ വീരേന്ദ്രകുമാറും പാർട്ടി സെക്രട്ടറിയൊന്നും കണ്ടാൽ തമ്മിൽ സംസാരിക്കില്ലായിരുന്നു. ഞാനൊരു ഫംഗ്ഷനിൽ തന്നെ വളരെ സൗഹാർദ്ദത്തോടെ അവരിന്ന് സംസാരിക്കുന്നതും ഈ ജനതാദളുമായിട്ട് ദേശീയ തലത്തിലുള്ള ജനതാദളിൻ്റെ രാഷ്ട്രീയ നീക്കങ്ങളനുസരിച്ച് ഇടതുപക്ഷവുമായിട്ട് ചേർന്ന് പോകാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. ജനതാദൾ RSP തെറ്റിദ്ധാരണയുടെ പുറത്തു പോയി. പക്ഷേ അഖിലേന്ത്യാ തലത്തിൽ RSP ഇപ്പോഴും ഇടതുപക്ഷത്തോടൊപ്പമാണ്. RSPയും ജനതാദളും ഇടതുപക്ഷത്തേക്ക് വരാനുള്ള സാധ്യത തള്ളിക്കളഞ്ഞുകൂടാ. പിന്നെ ഇപ്പോൾ കേരള കോൺഗ്രസിൻ്റെ കാര്യത്തിൽ അറിയാം, അപ്പോൾ അഴിമതി ആരോപണങ്ങളൊക്കെ വന്ന വെളിച്ചത്തിൽ ഇനിയിപ്പോൾ അത് തൽക്കാലം അങ്ങനെ ഒരു നീക്കം ഉണ്ടായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ്. തള്ളിക്കളഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കാരണം ഇടതുപക്ഷ നേതാക്കളുമായിട്ട് ചർച്ചകളൊക്കെ നടന്നിരുന്നു. അത് ഒരുപക്ഷെ നടക്കില്ല. പക്ഷേ വിപുലീകരിക്കുന്നു പറയുമ്പോൾ അത് വെറും ഒരു പ്രഖ്യാപനമായിട്ട് ഞാൻ കാണുന്നില്ല. അത് വളരെ സീരിയസ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ ഡിസ്കഷൻസ് ഇടതുമുന്നണിയിൽ നടക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് ഇപ്പോൾ VSൻ്റെ ഈ നിലപാടുകളൊക്കെ ഒരുപക്ഷെ മറ്റുള്ള UDFൽ നിന്നുള്ള മറ്റുവരെ ആകർഷിക്കാൻ പാർട്ടിയെ നിർബന്ധിതമാക്കും. പാർട്ടി ചില കാര്യങ്ങളിൽ ഇപ്പോൾ EMS 1987 അധികാരത്തിൽ വന്ന ഒരു കാലം കൂടി നമ്മൾ ചിന്തിക്കണം. ഇവിടെ ശ്രീ ജേക്കബ് ജോർജ് പറഞ്ഞതനുസരിച്ച് അന്ന് സമസ്ത സമുദായ സംഘടനകളും സമസ്ത പാർട്ടികളും UDFൻ്റെ കൂടെ നിൽക്കുമ്പോഴാണ് മറ്റേ എന്താ പറയുക, പാതിരിമാർക്കും മുല്ലാക്കന്മാർക്കും അതുപോലെ തന്നെ RSSനുമെതിരെയൊക്കെ ഒരു സോഫ്റ്റ് പെഡലിംഗ് ആയിട്ട് അദ്ദേഹം ഒരു ന്യൂനപക്ഷ വർഗീയതയ്ക്കെതിരെ ഭയങ്കരമായ ഒരു ആഞ്ഞടിക്കൽ നടത്തി. ഒരു സോഫ്റ്റ് പെഡലിങ്ങിൽ ഇവിടെ LDF അധികാരത്തിൽ വന്നു ആരും പ്രതീക്ഷിച്ചല്ല. 87-ൽ LDF അധികാരത്തിൽ വരുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഒരുപക്ഷെ അതിന് മുമ്പ് ഒരു പ്രതിസന്ധി നേരിട്ട ഘട്ടമായിരുന്നു. അന്ന് അതിനെ നേരിടാൻ MV രാഘവൻ പോയി പാർട്ടി കംപ്ലീറ്റ് തകർന്നു പോകാൻ പോകുന്നു എന്നുള്ളത് വന്നപ്പോൾ
DYFIയെയും SFIയെയും വളരെ സജീവമാക്കി ഒരു സമര സംഘടന എന്ന നിലയിൽ എണ്ണയിട്ട യന്ത്രം കണക്കെ പാർട്ടിയെ സജീവമാക്കിയാണ് അന്ന് ആ ഒരു പ്രതിസന്ധിയെ പാർട്ടി നേരിട്ടത്. അതിൻ്റെ ഒടുവിൽ പാർട്ടി അധികാരത്തിലെത്തുകയും ചെയ്തു. ജേക്കബ് ജോർജ്, ഇതല്ലേ ഒരു കാര്യം? മുന്നണി വിപുലീകരിക്കണമെങ്കിൽ പോലും ദുർബലമായ ഒരു പാർട്ടി കൂടുതൽ പാർട്ടികളെ പിടിച്ച് ഉണ്ടാക്കുന്ന വിപുലമായ മുന്നണിയല്ല, ഒരുപക്ഷെ ശക്തമായ ഒരു പാർട്ടി വ്യക്തമായ നയപരിപാടികൾ വെച്ചുകൊണ്ട് ജനങ്ങളെയും ജനവിഭാഗങ്ങളെയും ആവേശം കൊള്ളിക്കുന്ന ഒരു പാർട്ടിയുടെ മുന്നോട്ട് പോക്കിന് മാത്രമാണ് പ്രതിസന്ധികളെ മുറിച്ചു കടക്കാൻ കഴിയുക എന്നുകൂടി അർത്ഥമില്ലേ? അതുകൂടി ഇപ്പോഴത്തെ പാർട്ടിക്ക് മുന്നിൽ ഒരു വെല്ലുവിളിയായി നിൽക്കുകയല്ലേ? അല്ലല്ല, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് NPC. കാരണം കേരളത്തിലെ ഒരു മതേതര ഫാബ്രിക്, ആ മതേതര സമൂഹം, ആ സമൂഹത്തിൻ്റെ ആ ഒരു ശക്തി മുന്നോട്ട് കൊണ്ടുവരാൻ നേതൃത്വം കൊടുക്കുന്നതിന് CPM കഴിഞ്ഞാൽ അതിൽപ്പോൾ ഒരു വലിയ നേട്ടമില്ല, യാതൊരു സംശയമില്ല. ഇപ്പം കോടിയേരി ബാലകൃഷ്ണൻ ആര് സംസ്ഥാന സെക്രട്ടറി ആവട്ടെ, അതിനായിരിക്കണം ഊന്നൽ കൊടുക്കേണ്ടത്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ AK ആൻ്റണി ഇവിടുത്തെ വലിയ ആളായത് എങ്ങനെയാണ്? സമുദായങ്ങളെ വെല്ലുവിളിച്ചത് കൊണ്ടാണ്, സ്വന്തം സമുദായങ്ങളെ വെല്ലുവിളിക്കാനുള്ള തൻ്റെ ഇടം കാണിച്ചത് കൊണ്ടാണ് കേരളത്തിൽ ഇന്നും AK ആൻ്റണി സ്ഥിരപ്രതിഷ്ഠ നേടിയ ഒരു നേതാവായിട്ട് നിൽക്കുന്നത്. കോളേജ് 72-ലെ കോളേജ് സമരത്തിലൂടെ, അധ്യാപക സമരത്തിലൂടെ. അതുപോലെയുള്ള ശക്തമായ നിലപാട് സ്വീകരിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കഴിയും, CPM കഴിയണം. പക്ഷേ അത് മാത്രം പോരെന്നാണ് എൻ്റെ അഭിപ്രായം. ശ്രീ ജേക്കബ് ജോർജ്, നമ്മൾ കഴിഞ്ഞ ഇടവേളയിൽ നമ്മൾ ചർച്ച ചെയ്തത് പാർട്ടിയുടെ തീരുമാനങ്ങൾ അതെങ്ങനെ മുന്നോട്ടുള്ള രാഷ്ട്രീയത്തെ നയിക്കാൻ പോകുന്നു എന്നുള്ളത്. പക്ഷെ വീണ്ടും നമ്മൾ ഇവിടെ VS നാളെ മാധ്യമങ്ങളെ കാണാൻ പോവുകയാണ്. ഈ രാഷ്ട്രീയത്തെ എങ്ങനെയാണ് മുന്നോട്ട് കേരളം ചർച്ച ചെയ്യുക എന്നുള്ളത് കൂടി നമ്മൾ നോക്കിക്കണ്ടേ പറ്റൂ. ശ്രീ ജേക്കബ് ജോർജ്, എന്താണ് നാളെ താങ്കൾ ഇപ്പോൾ ഈ ചർച്ചയിലേക്ക് വന്നതിന് ശേഷം VSനെ കുറിച്ചുള്ള ആദ്യത്തെ ചോദ്യം ഇതാണ്. എന്താണ് താങ്കളുടെ നിരീക്ഷണം? നാളെ VS എന്താണ് പറയാൻ പോകുന്നത്? VSനെ നമ്മൾ ഇതുവരെയുള്ള അദ്ദേഹത്തിൻ്റെ നീക്കങ്ങളും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനവും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയവും നമ്മൾ കൂലങ്കഷമായിട്ട് പരിശോധിക്കുമ്പോൾ എനിക്ക് തോന്നുന്ന തികച്ചും വ്യക്തിപരമായ അഭിപ്രായം നാളെ ഒന്നും സംഭവിക്കില്ല. നാളെ അദ്ദേഹം ചിലപ്പോൾ സമ്മേളനത്തിൽ പോയി എന്ന് വരത്തില്ല, പക്ഷേ അതിന് എന്തെങ്കിലും ഒരു മറുപടി അദ്ദേഹം കാരട്ടനെ വിളിച്ച് പറഞ്ഞ് ഈ പ്രശ്നം നാളെ കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാഗത്തെ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാനാണ് ഞാൻ കാണുന്ന സാധ്യത. കാരണം അദ്ദേഹം വ്യക്തമായില്ല, പാർട്ടി സമ്മേളനത്തിൽ ചെല്ലാതിരിക്കും, അതിന് എന്തെങ്കിലും ഒഴിവുകഴിവ് പറഞ്ഞ് ഒരു ആനുകൂല്യം നേടും എന്നാണോ ഉദ്ദേശിക്കുന്നത്? എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് പാർട്ടി അനുവദിക്കുമോ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ? VSനെ എപ്പോഴും ഇങ്ങനെ അനുവദിച്ചിട്ടുണ്ടല്ലോ. പോലെയാണല്ലോ ഇപ്പോൾ കാണുന്നത്. അല്ല, VSന് കിട്ടിയ ആനുകൂല്യം ഇപ്പോൾ കാണുന്നില്ല. അല്ല, അന്ത്യശാസനം അദ്ദേഹം കാത്തിരുന്നു, ആരും ചെന്നില്ല. ഇല്ല, അത് ചെന്നില്ല ഉണ്ട്. അതുകൊണ്ടാണ് ഈ അന്ത്യശാസനം ഇത്ര ശക്തമായിട്ട് വരുന്നത്. പക്ഷേ ഈ അന്ത്യശാസനത്തെയും നാളെ VS പ്രകാശ് കാരാട്ടിനെ വിളിച്ചിട്ട് എനിക്ക് ഇച്ചിരി അദ്ദേഹത്തിന്റെ തന്ത്രങ്ങളിലൂടെ മറികടക്കും. ഇപ്പോൾ തലസ്ഥാനത്ത് നിന്ന് MV ബാലകൃഷ്ണൻ നമ്മളോടൊപ്പം ചേരുകയാണ്. ബാലകൃഷ്ണൻ, ഈ ചർച്ച VS ഒരു തീരുമാനം പ്രഖ്യാപിച്ചിട്ടില്ല എന്നിടത്താണ് നേരത്തെ ബാലകൃഷ്ണൻ ജോയിൻ ചെയ്തപ്പോൾ പറഞ്ഞത്. പുതിയ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? VS നാളെ വാർത്താ സമ്മേളനം നടത്തുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ മനോഗതങ്ങൾ വെളിപ്പെടുത്തുന്ന എന്തെങ്കിലും സൂചനകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം അനുസരിച്ച് നാളെ 11 മണിക്ക് തന്നെ VS അച്യുതാനന്ദൻ മാധ്യമപ്രവർത്തകരെ കാണും. നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ അത് ചിലപ്പോൾ കുറച്ചുകൂടി നേരത്തെ ആകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. അക്കാര്യവും കൂടി ഇപ്പോൾ VSന്റെ വിശ്വസ്തർ അത്തരം അനുഭവങ്ങൾ കൂടി പങ്കുവെക്കുന്നുണ്ട്. ഏതായാലും വലിയ കടുത്ത നടപടിയിലേക്ക് VS പോകില്ല എന്ന സൂചനയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നാളെ മിക്കവാറും അദ്ദേഹം മാധ്യമപ്രവർത്തകരെ കണ്ടതിന് ശേഷം ചിലപ്പോൾ കാരാട്ടുമായ ഒരു കൂടിക്കാഴ്ചയ്ക്ക് സാധ്യതയുണ്ട് എന്ന സൂചനകളും ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ചിലപ്പോൾ നാളെ സമ്മേളനത്തിൽ പങ്കെടുക്കാം എന്ന നിലയിലേക്കും ചില അഭിപ്രായങ്ങൾ VSന്റെ വിശ്വാസം തന്നെ പങ്കുവയ്ക്കുന്നു. കാരണം പാർട്ടി ജനറൽ സെക്രട്ടറി ആവശ്യപ്പെട്ടിരിക്കുകയാണ് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ. അത് അതേപോലെ തള്ളിക്കളയേണ്ടതില്ല എന്ന അഭിപ്രായം VSന്റെ വിശ്വസ്തരിൽ ചിലർ പ്രകടിപ്പിക്കുന്നുണ്ട്. ഏതായാലും ഒരു പൊതു തീരുമാനത്തിലേക്ക് ഏതായാലും എത്തിയിട്ടില്ല. നാളെ മാധ്യമപ്രവർത്തകരെ കണ്ട് തന്റെ നിലപാട് പറയും എന്ന കാര്യം അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നു. അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതൃസ്ഥാനം ഒഴിയുക എന്ന കടുത്ത തീരുമാനത്തിലേക്ക് പോകില്ല എന്ന സൂചനകളും ഇപ്പോൾ VSന്റെ വിശ്വസ്തരിൽ നിന്ന് ലഭ്യമാകുന്നുണ്ട്. ഇതെല്ലാം അവരും അഭ്യൂഹങ്ങളും മുഖാമുഖങ്ങളും മാത്രമാണ്, സ്ഥിരീകരിക്കാത്ത വാർത്തകളാണ്. എന്നാൽ മാധ്യമങ്ങളെ കാണുമെന്ന കാര്യം സ്ഥിരീകരിച്ച വാർത്തയാണ്. ബാലകൃഷ്ണൻ, തിരിച്ചെത്താം. ഡോക്ടർ സെബാസ്റ്റ്യൻ പോളിലേക്ക് പോകുന്നതിന് മുമ്പ് ശ്രീ ജേക്കബ് ജോർജ് ഒന്നുകൂടി താങ്കൾ തന്നെ ഇടപെട്ടാൽ, അതായത് താങ്കൾ നേരത്തെ പറഞ്ഞു വന്നത് VSന്റെ എന്തിടപെടൽ ഏത് രീതിയിൽ അദ്ദേഹത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഏത് രീതിയിലായിരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ബാലകൃഷ്ണൻ പറഞ്ഞത് വിശ്വസിക്കാമെങ്കിൽ പാർട്ടിയെ ഉപയോഗപ്പെടുത്തി അദ്ദേഹത്തിന്റെ ഭാവി
രാഷ്ട്രീയ അദ്ദേഹത്തിന്റെ കൂടുതൽ ഉപയോഗപ്പെടുത്തലാണ് അദ്ദേഹത്തിന് ഗുണം ചെയ്യുക എന്നുള്ളത് മനസ്സിലാക്കുന്നത്. വളരെ സിമ്പിളാണ് കാര്യം. ഇത് അദ്ദേഹം വളരെ കഷ്ടപ്പെട്ടാണ് ഈ പാർലമെൻ്ററി രാഷ്ട്രീയത്തിലേക്ക് എത്തിയത്. അദ്ദേഹം വളരെ കഷ്ടപ്പെട്ടാണ് സംസ്ഥാന സെക്രട്ടറി ആയിട്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ വിലപ്പെട്ടതാണ്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും കേരളത്തിൻ്റെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും കേരള സമൂഹത്തിനും യാതൊരു സംശയമില്ല. ഇതെല്ലാം കൂടി അദ്ദേഹത്തിൻ്റെ തിടുക്കപ്പെട്ട ഒരു വികാരാവശ്യത്തിൻ്റെ പേരിലുള്ള ഒരു തീരുമാനം കൊണ്ട് ഇതെല്ലാം അദ്ദേഹമായിട്ട് നശിപ്പിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. രണ്ടാമത്തെ കാര്യം, ഈ സ്ഥാനത്ത് നിന്ന് അദ്ദേഹം പോകണം എന്ന് ആഗ്രഹിക്കുന്ന വളരെ പേരുണ്ട്. അവരാരും CPM-കാരല്ല. അവർ ഈ ചർച്ചകളിലൊക്കെ പങ്കെടുത്തിട്ട് VS-നെ ഇവർ ഉപദ്രവിക്കുന്നു, ചവിട്ടുന്നു, തേക്കുന്നു, മുഖത്ത് തുപ്പുന്നു എന്നൊക്കെ പറഞ്ഞിങ്ങനെ വലിയ പ്രചരണം അടിച്ചു വിടുകയാണ് പുറത്ത്. അപ്പോൾ അവരെല്ലാം കൂടെ ഈ VS-നെ ഇങ്ങ് പിടിക്കുകയാണ്. അത് നേരത്തെ തന്നെ ഒരുപക്ഷെ VS തന്നെ അങ്ങ് ഒരു സന്ദേശം കൊടുത്തിരിക്കും, നിങ്ങൾ സംഘടിച്ചു. പക്ഷേ അവരുടെ സംഘടന എങ്ങനെ എത്തിയിട്ടില്ല. കേരളത്തിലെ ഒരു ഇടതുപക്ഷവും കോൺഗ്രസ് മുന്നണിയും നിൽക്കുന്ന ഈ രണ്ട് ചേരികൾക്കിടയ്ക്ക് BJP-ക്ക് ഒരു സ്പേസ് കിട്ടുന്നില്ല. പിന്നാണോ ഒരു പറ്റം ഈ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധർ, അല്ലെ ഒരു തീവ്ര കമ്മ്യൂണിസ്റ്റുകാർ, ഇടതുപക്ഷത്തിൻ്റെ വ്യതിയാനമൊന്നും ഇല്ലാത്ത പരിശുദ്ധ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇവിടെ എന്ത് നേടാൻ കഴിഞ്ഞു? ഒന്നും നേടിയിട്ടില്ല. പക്ഷേ അവർക്കിപ്പോൾ BS എങ്കിലും ഇവിടെ വന്ന് ഞങ്ങൾക്കൊരു നേതൃത്വം കൊടുക്കും. ഇപ്പോൾ ആം ആദ്മി പാർട്ടി പറയുന്നുണ്ട് ഞങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ. ഇപ്പം ഇവർക്കാർക്കും നേതൃത്വമില്ല. അപ്പോൾ VS-നെ പോലെ ഒരാളെ കൊണ്ടുവന്നാൽ നമുക്ക് നാളെ ഒന്ന് പുഷ്ടിപ്പെടാം എന്ന് കരുതുന്ന സ്വപ്നം കാണുന്നവരുണ്ട്. അവരാണ് ഇപ്പോൾ VS-നെ കൂട്ടാൻ ശ്രമിക്കുന്നത്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ആ ഒരു നിരീക്ഷണത്തോടെ നോക്കുമ്പോൾ, അതായത് പല കാലങ്ങളിലായി CPM-ൽ നിന്ന് പുറത്തു പോയവരോ ഒരുപക്ഷെ VS തന്നെ മുൻകൈയെടുത്ത് പുറത്താക്കിയവരോ ഒക്കെ ചേർന്ന് VS-നെ പുകഴ്ത്തി പല രീതിയിൽ പുറത്തു വന്നാൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്നവരെ കുറിച്ചൊക്കെയാണ് ജേക്കബ് ജോർജ് ഇപ്പോൾ സൂചിപ്പിച്ചത്. അങ്ങനെയുള്ളവരുടെ വലയിലേക്ക് അദ്ദേഹം വീഴില്ലാന്നോ, അദ്ദേഹത്തിന്റെ ബുദ്ധി മറ്റൊരു തരത്തിൽ പ്രവർത്തിക്കും എന്നൊക്കെയുള്ള നിരീക്ഷണമുണ്ട്. എങ്ങനെ കാണുന്നു താങ്കൾ? അല്ല, VS-ന് ഉള്ള രാഷ്ട്രീയ ബുദ്ധി വളരെ കൂടുതലാണ്. അത് നമ്മൾ കാണുന്നതിനേക്കാളൊക്കെ വളരെ ഷാർപ്പായി പ്രവർത്തിക്കുന്നു. അതുകൊണ്ടാണല്ലോ അദ്ദേഹം ഈ പ്രായത്തിലും ഇങ്ങനെ ഇവിടെ നിൽക്കുന്നത്. അദ്ദേഹം കേരളത്തിലെ ഒരു സജീവ സാന്നിധ്യമായി അവർ മാറിയിരിക്കുന്നത്. അതുകൊണ്ട് ശ്രീ ജേക്കബ് ജോർജ് പറഞ്ഞതുപോലെയും ബാലകൃഷ്ണൻ പറഞ്ഞതുപോലെയും നാളെ എന്ത് സംഭവിക്കും എന്നിപ്പോൾ മുൻകൂട്ടി പറയാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ഒരുപക്ഷെ എല്ലാ പ്രശ്നങ്ങളും VS അവസാനിപ്പിച്ചുകൂടാ എന്നില്ല. കാരണം അദ്ദേഹത്തിന് മുന്നിലുള്ള മറ്റ് ഓപ്ഷൻസ് ധാരാളം ഉണ്ടാകും. ആം ആദ്മി മുതൽ കമ്മ്യൂണിസ്റ്റ് വിമതർ വരെ പല ഓപ്ഷൻസും ഉണ്ടായേക്കാം. പക്ഷേ അതെല്ലാം വളരെ പരിമിതമാണ്, അത് പ്രയോജനരഹിതമാണ്. VS എന്ന രാഷ്ട്രീയ പ്രവർത്തകൻ ഇത്രകാലം വളരെ ത്യാഗോജ്വലമായ ജീവിതത്തിലൂടെയും പ്രവർത്തനത്തിലൂടെയും നേടിയെടുത്ത ഒരു പദവിയും സ്ഥാനവുമുണ്ട്. അതിന് അനുസൃതമായ ഒരു ഓപ്ഷൻ VS-ൻ്റെ മുന്നിൽ ഇപ്പോഴില്ല. അതുകൊണ്ട് നാളെ എന്ത് സംഭവിക്കും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അദ്ദേഹം ഇപ്പോൾ പ്രതിപക്ഷ നേതാവാണ്. ആ പദവിയിൽ അദ്ദേഹത്തിന് അടുത്ത ഒരു 1.25 വർഷം കൂടി ഇനിയും ബാക്കിയുണ്ട്. അതൊക്കെ ഉപേക്ഷിച്ച് അദ്ദേഹം ഒരു രാഷ്ട്രീയ വിജനതയിലേക്ക്, വിഫലമായ തീർന്നേക്കാവുന്ന ഒരു അവസ്ഥയിലേക്ക് കടന്നു പോകും എന്ന് കരുതാൻ നമുക്കിപ്പോൾ കഴിയില്ല. സെബാസ്റ്റ്യൻ പോൾ, തിരിച്ചു വരാം. ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട അതിഥി നമ്മളോടൊപ്പം ചേരുകയാണ്. മാധ്യമപ്രവർത്തകനായ PM മനോജ് ആലപ്പുഴയിൽ സംസ്ഥാന സമ്മേളന വേദിയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. മനോജ്, ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത്, നേരത്തെ പ്രകാശ് കാരാട്ട് VS-മായി സംസാരിച്ചു. VS പിറ്റേ ദിവസം നാളെ 11 മണിക്ക് വാർത്താ സമ്മേളനം നടത്തുന്നുള്ളൂ എന്ന് ഓഫീസിൽ നിന്ന് തിരുവനന്തപുരത്തെ മാധ്യമപ്രവർത്തകർക്ക് അറിയിപ്പ് കിട്ടി. അപ്പോൾ തന്നെ VS പ്രകാശ് കാരാട്ടിൻ്റെ ക്ഷണം നിരസിച്ചു എന്ന തരത്തിലുള്ള നിഗമനങ്ങളിലേക്ക് പല മാധ്യമങ്ങളും നിരീക്ഷകരും ഒക്കെ എടുത്തു ചാടുകയുണ്ടായി. ഇപ്പോൾ ഏറ്റവും അവസാനമായി നമുക്ക് കിട്ടുന്ന സൂചന, പ്രകാശ് കാരാട്ടിനെ ഒരു പക്ഷേ നാളെ VS അച്യുതാനന്ദൻ കാണാൻ പോലും സാധ്യതയുണ്ട്, അദ്ദേഹം സമ്മേളനത്തിലേക്ക് തിരിച്ചെത്താൻ സാധ്യതയുണ്ട് എന്ന ഒരു വാർത്തയാണ്. എന്താണ് സമ്മേളന നഗരിയിൽ നിന്ന് ഈ വാർത്തകളെയാകെ നോക്കിക്കാണുമ്പോൾ, ഈ സംഭവവികാസങ്ങളെയാകെ നോക്കിക്കാണുമ്പോൾ VS സമ്മേളനത്തിലേക്ക് തിരിച്ചെത്താൻ പോകുന്നു, തെറ്റുതിരുത്തിക്കൊണ്ട് തിരിച്ചു വരണം എന്നാണ് പാർട്ടി ആവശ്യപ്പെട്ടിരിക്കുന്നത്. തിരിച്ചെത്താൻ പോകുന്നു എന്ന സൂചന, അത് സൂചന മാത്രമാണെങ്കിൽ പോലും ആ സൂചനയെ സമ്മേളന നഗരിയിലിരുന്ന് നോക്കുമ്പോൾ എങ്ങനെ നോക്കിക്കാണാൻ തോന്നുന്നു മനോജ്? ചന്ദ്രശേഖരൻ, ഇപ്പോൾ ആലപ്പുഴയിൽ ഇന്നലെയും മിനിഞ്ഞാന്നുമായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് സമ്മേളനത്തിൻ്റെ അജണ്ട ആ ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിക്കുന്നു, അങ്ങനെ സെറ്റ് ചെയ്യുന്നു, ഇതാ VS ഇറങ്ങിപ്പോകുന്നു, ഇനി തിരിച്ചു വരില്ല, പാർട്ടി തകരാൻ പോകുന്നു എന്നൊക്കെയുള്ള നിരവധി വാർത്തകളാണ് കഴിഞ്ഞ 2 ദിവസങ്ങളായി മാധ്യമങ്ങളിൽ വന്നത്. അപ്പോൾ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ആളുകളെന്ന നിലയിൽ ഞങ്ങൾക്ക്
ഇപ്പോൾ ഇന്ന് അല്പം വൈകിയെങ്കിലും അവസാനിക്കാൻ അവസാനിച്ചത് ഈ പ്രവർത്തന റിപ്പോർട്ട് ഐകകണ്ഠ്യേന അംഗീകരിച്ചുകൊണ്ടാണ് സമ്മേളനം ഇന്നത്തെ നടപടികൾ അവസാനിപ്പിച്ചത്. അതുമാത്രമല്ല, ആലപ്പുഴയിലേക്ക് ആയിരക്കണക്കിന് ആളുകൾ ഒഴുകി വന്നുകൊണ്ടിരിക്കുകയാണ്. ആവേശത്തിൻ്റെ അന്തരീക്ഷമാണ് എങ്ങും. അത്തരമൊരവസ്ഥയിൽ ഈ സമ്മേളനത്തിൻ്റെ അജണ്ടയെ മാറ്റിമറിക്കാനുള്ള ഒരു ബോധപൂർവമായ മാധ്യമ ശ്രമം, അത് പരാജയപ്പെട്ടതിൻ്റെ ആഹ്ലാദം ഞാനിത് ഇങ്ങനെ വിശദീകരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഇന്നലെ ഇതേ വേദിയിലിരുന്നു കൊണ്ട് ഇതേ ചർച്ചയിൽ പങ്കെടുത്ത് ഇത്തരം കാര്യങ്ങൾ വളരെ ശക്തമായി വാദിച്ചു നിന്ന ഒരാളാണ് ഞാൻ ഇന്നലെ ഉയർത്തിയ വാദങ്ങൾ മുഴുവൻ ശരിയായി എന്ന ഒരു സന്തോഷം ആദ്യമായി പങ്കുവെക്കട്ടെ. രണ്ടാമത്തെ കാര്യം, പാർട്ടിക്ക് അതീതരല്ല ആരും. പാർട്ടിയുടെ ജനാധിപത്യ കേന്ദ്രീകരണത്തിൻ്റെ തത്വങ്ങൾ, സംഘടനാ തത്വങ്ങൾ, ആ സംഘടനാ തത്വങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പാർട്ടി തീരുമാനമെടുത്തിരിക്കുന്നു. ആ തീരുമാനം അംഗീകരിക്കാൻ ഇന്ത്യയിലെ ഏറ്റവും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്ന നിലയിൽ സഖാവ് VS സന്നദ്ധനാകും എന്നാണ് പാർട്ടിയെ സ്നേഹിക്കുന്ന ആരും കൊതിച്ചു പോവുക. അതുകൊണ്ട് തന്നെ മറ്റൊരു തരത്തിലുള്ള ആശങ്കയില്ല. പാർട്ടിക്ക് അതീതനുള്ള ഒരു വ്യക്തിയും ആ ഒരു സന്ദേശമാണ് ഈ സമ്മേളനം നടക്കുന്ന ആലപ്പുഴയുടെ വികാരം. ഈ ജില്ലയിലെ 10,000-കണക്കിന് CPIM പ്രവർത്തകർ, അനുഭാവികൾ, അവർ സ്വന്തം കാശ്, സ്വന്തം അധ്വാനത്തിൻ്റെ വില അത് നൽകിക്കൊണ്ടാണ് ഈ സമ്മേളനം വിജയിപ്പിക്കാൻ ഒരുങ്ങി നിൽക്കുന്നത്. ദിവസങ്ങളായി, മാസങ്ങളായി അവർ കഠിനാധ്വാനം ചെയ്യുന്നു. ആ അധ്വാനത്തിൻ്റെ ഫലമാണ്, അതിൻ്റെ അവസാനത്തെ അധ്യായമാണ് നാളെ പൊതുസമ്മേളനത്തോടെ, റാലിയോടെ. അത് 25,000 ചുവപ്പ് വളണ്ടിയർമാരാണ് അണിനിരക്കുന്ന, ലക്ഷത്തിലേറെ ബഹുജനങ്ങൾ അണിനിരക്കുന്ന റാലിയോടെ സമാപിക്കുക. അതിൻ്റെ സമ്മേളനം എന്താണോ ഉദ്ദേശിച്ചത് അതിൻ്റെ ഓരോ കാര്യങ്ങളും അണുകിട വ്യത്യാസമില്ലാതെ ഒന്നൊന്നായി വിജയകരമായി നടക്കുന്നു എന്ന അനുഭവമാണ്. അതുകൊണ്ട് മനോജ്, ശ്രീ PP ജെയിംസ് അങ്ങനെയാണെങ്കിൽ അത് തന്നെയാണ് ഒരുപക്ഷെ ഈ രാത്രിയിലെ മണിക്കൂറുകളിലും ഒരുപക്ഷെ VS കൂടി ചിന്തിക്കുക എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞത്, ശ്രീ ജേക്കബ് ജോർജ് പറഞ്ഞത്, ശ്രീ PM മനോജിനെ പോലുള്ളവർ സമ്മേളന നഗരിയിൽ നിന്ന് പങ്കുവയ്ക്കുന്ന ആ വികാരം വെച്ച് മനസ്സിലാക്കുമ്പോൾ ഒരുപാട് പാർട്ടി അണികളുടെ അനുഭാവികളുടെയൊക്കെ ആവേശത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഒരു രാഷ്ട്രീയ സ്വീകാര്യത ഉണ്ടാകുമെന്ന് കരുതാൻ ഒരുപക്ഷെ വിരുദ്ധ ചേരിയിൽ നിൽക്കുന്നവർ ഉയർത്തുന്ന പല രീതിയിൽ പുറത്താക്കപ്പെട്ടവരെ ഒരുമിച്ച് അവരുടെ നേതാവാകാൻ VS ശ്രമിക്കും എന്നുള്ള അതിനേക്കാൾ അപ്പുറം പാർട്ടിയിലേക്ക് തിരിച്ചെത്തി, സമ്മേളനത്തിലേക്ക് തിരിച്ചെത്തി ആ ജാള്യതയെക്കുറിച്ച് നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത അതിലേക്ക് പോകാതെ VS ഒരു തീരുമാനത്തിലേക്ക് പോകും എന്ന പ്രതീക്ഷ. അല്ല, ഞാനിത് പറഞ്ഞല്ലോ, ഇപ്പോൾ മനോജ് പാർട്ടിയുടെ ഔദ്യോഗിക പാർട്ടിയുടെ വളരെ ശക്തനായിട്ടുള്ള വക്താവാണ്. ദേശാഭിമാനിയുടെ അദ്ദേഹത്തിന് സംസാരിക്കുന്ന അദ്ദേഹം പാർട്ടിയുടെ ലൈനിൽ നിന്നുകൊണ്ടാണ്. പക്ഷേ പുറത്തുനിന്ന് കാണുന്ന ഒരാൾക്ക് മനോജ് പറഞ്ഞ പോലെയുള്ള ആവേശമൊന്നും പാർട്ടിയുടെ അണികളിൽ അത്ര വലിയ ആവേശമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പാർട്ടി അണികളിലുള്ള മുഴുവൻ നമ്മൾ കേൾക്കുന്ന ആൾക്കാരിലൊക്കെ വലിയ ആശങ്കയും മുൾമുനയിലാണ് നിൽക്കുന്നത്. ഈ പാർട്ടി എത്രയോ പേര് ജീവത്യാഗം ചെയ്തുണ്ടാക്കിയൊരു പാർട്ടി, അതിൽ 2 വ്യക്തികളുടെ അല്ലെങ്കിൽ തലപ്പത്തിരിക്കുന്ന നേതൃത്വത്തിൻ്റെ അടിപിടി മൂലം ഈ പാർട്ടിയുടെ ഒരു കെട്ടുറപ്പ് ഇല്ലാതാവുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് വളരെ ദുഃഖിച്ചിരിക്കുന്ന ഒരു സംസാരമാണ് നമ്മൾ കേൾക്കുന്നത്. ഇത് മാധ്യമങ്ങൾ ഉണ്ടാക്കിയ അജണ്ടയല്ല മനോജെ. ഇത് VS അച്യുതാനന്ദൻ പാർട്ടി ഉണ്ടാക്കിയ സ്ഥാപക നേതാവാണ്. നേരത്തെ പോളിറ്റ് ബ്യൂറോ മെമ്പറായിരുന്നു, കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. ഇന്ന് പാർട്ടിയിൽ ജീവിച്ചിരിക്കുന്ന അതിന്റെ നമ്മൾ ചരിത്രത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നാളെ മുതൽ ഉണ്ടാകാൻ പോകുന്നത് ഒരുപക്ഷെ പുതിയ പാർട്ടിയാണ്. ഞാൻ പറയുന്നത് VS മടങ്ങി എന്നുള്ളതൊരു വാർത്തയല്ല എന്ന് പറഞ്ഞാൽ ഇന്നത്തെ മുഴുവൻ ഇത് മാത്രമല്ലല്ലോ, കൈരളി അടക്കം ചർച്ച ചെയ്യുന്ന VS മടങ്ങിയതിനെ കുറിച്ചല്ലേ. അപ്പം അതുകൊണ്ട് ഇത് ഇഷ്യൂ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് മറ്റ് മൊത്തം ആനന്ദലഹരിയിലാണെന്ന് പറയുന്ന ആ വാദം ഒരു വിഭാഗത്തിന്റെ വാദമാണ്. ജെയിംസ് എഴുതാപ്പുറം വായിക്കണ്ട. അല്ല, ജെയിംസ് എഴുതാപ്പുറമാണ് വായിക്കുന്നത്. ഈ പോയതോ VS വിട്ടു നിൽക്കുന്നതോ ഒരു പ്രശ്നമല്ല എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ സമ്മേളനത്തിൻ്റെ ശോഭ, അതിലെ ജനപങ്കാളിത്തം, അതിൻ്റെ ആവേശം, അതിന് ഒരു തരത്തിലുള്ള കോട്ടവും ഈ മാധ്യമങ്ങൾ, പാർട്ടിക്കകത്ത് നിൽക്കുന്നവരാണ് ഞങ്ങളൊക്കെ. ഞങ്ങളൊന്നും അറിയാത്ത പാർട്ടി വികാരം എങ്ങനെ ജെയിംസ് അറിയുന്നു എനിക്കറിയില്ല. ജെയിംസിന് ആരാണ് ഈ ചോർത്തി കൊടുക്കുന്നത്? പാർട്ടി അണികളുടെയും പാർട്ടി സഖാക്കളുടെയും വികാരം ഞങ്ങളറിയാതെ ജെയിംസിന് അതറിയാനുള്ള ഏത് മീറ്ററാണ് ജെയിംസിൻ്റെ കയ്യിലുള്ളത്? ഞങ്ങൾക്ക് മനസ്സിലായത് ഈ ആലപ്പുഴയിൽ നിന്നുകൊണ്ട് ഞങ്ങളീ കാണുന്ന ആവേശം, ഇതിന് പുറത്ത് ആയിരക്കണക്കിന് ആളുകൾ ഒഴുകിപ്പോവുകയാണ്. വാഹനങ്ങളിലായി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിൽ നിന്ന് ജനങ്ങൾ കൂട്ടമായി ഒഴുകിയെത്തുകയാണ്. അവർ മുദ്രാവാക്യം വിളിക്കുകയാണ്, അവർ നേതാക്കളുടെ ചിത്രങ്ങൾ എടുക്കുകയാണ്, കൂടെ നിന്ന് ചിത്രങ്ങൾ എടുക്കുകയാണ്. ഇപ്പോൾ സമ്മേളന നഗരിയിൽ നിന്ന് ഇവിടെ എത്താൻ എനിക്ക് നടന്നു വരാൻ കഴിഞ്ഞില്ല, അത്രയധികം ജനക്കൂട്ടമാണ്.
അങ്ങനെയുള്ള ഒരു ആവേശം, അതാണല്ലോ പാർട്ടി അണികളുടെ വികാരം, അതാണല്ലോ പാർട്ടിയുടെ ആവേശം. അതല്ലാതെ ചാനലുകളിൽ ചെന്നിരുന്ന് ഇത്തരം വർത്തമാനം, ഈ പാർട്ടിക്ക് ആകെ കുഴപ്പം, പാർട്ടിയാകെ ആശങ്കയിൽ, പാർട്ടിയുടെ കേരളത്തിലെ 4 ലക്ഷത്തിൽ പരം മെമ്പർമാരടങ്ങുന്ന പാർട്ടിയുടെ നേതാക്കൾ, നേതൃത്വം, അത് ഒരാളല്ലല്ലോ, 600 പേർ. ആ 600 പേരാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ആ ആളുകളുടെ ഒക്കെ വികാരം അതാണ്. അവരെല്ലാം ജനനേതാക്കളാണ് ആ പങ്കെടുക്കുന്നവർ. അവരൊക്കെ പെട്ടെന്ന് ഒരു ദിവസം ഈ ആലപ്പുഴയിൽ വന്ന് നേതാവാകുന്നതല്ല. അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ വികാരം അതാണ്. ജെയിംസിന് പാർട്ടിക്ക് മറ്റൊരു വികാരമുണ്ട് എന്ന് തോന്നിക്കാനുള്ള താല്പര്യമുണ്ടാവും. അത് താല്പര്യം വർഗ താല്പര്യമാണ്. ആ താല്പര്യമല്ല ഞങ്ങൾ പാർട്ടിക്കാരുടെ താല്പര്യം. ഞങ്ങൾ പാർട്ടിക്കാരുടെ താല്പര്യം പാർട്ടി ഒറ്റക്കെട്ടായി ഏകശിലയായി നമ്മൾ കഴിഞ്ഞ കുറേ സമ്മേളനങ്ങൾ കാണുന്നുണ്ടല്ലോ. ആ സമ്മേളനങ്ങൾ ചരിത്രമല്ല. ശരിയാണ് മനോജ്, അതിലേക്ക് തിരിച്ചു വരാൻ നമുക്ക്. ഏതായാലും VSന്റെ വിട്ടുനിൽക്കൽ നിസ്സാരവൽക്കരിക്കുന്നു പാർട്ടി എന്ന വാദത്തിനൊന്നും ഒരു നിലനിൽപ്പുമില്ല. കോടിയേരി ബാലകൃഷ്ണൻ ഇന്ന് ബ്രീഫിംഗ് നടത്തിയപ്പോൾ പാർട്ടിയുടെ പൊളിറ്റ് ബ്യൂറോ അംഗം ഔദ്യോഗിക വക്താവായി കാര്യങ്ങൾ ബ്രീഫ് ചെയ്യുന്ന കോടിയേരി തന്നെ പറഞ്ഞത് നിർഭാഗ്യകരമായ ഒരു സംഭവവികാസം ഉണ്ടായി. VS വിട്ടു നിർത്തിയത് ഗൗരവത്തോടെ കാണുന്നു എന്ന ആമുഖത്തോടെയാണ്. അതിനെ ഗൗരവം കെടുത്തുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടാവില്ല. പക്ഷേ സാധാരണ മാധ്യമങ്ങളും CPIM-ഉം ഇക്കാര്യത്തിൽ ഉള്ള ഏറ്റുമുട്ടൽ അത് തുടരുക തന്നെ ചെയ്യും. ജെയിംസ്, അതൊരു ചർച്ചയിലൂടെ നമുക്ക് പരിഹരിച്ച് പോകാവുന്നതല്ല. മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം വാർത്ത വരുമ്പോൾ ഈ കാര്യത്തിൽ മാധ്യമങ്ങളെ കുറ്റപ്പെടുത്താനേ പറ്റില്ല. മാധ്യമങ്ങളുടെ നിലപാടാണ്, അത് ആവർത്തിച്ചുകൊണ്ടിരിക്കും. മനോജ് പറയുന്ന വാദം CPIM-ന്റെ ഒരു വാദമാണ്, അത് അവിടെ നിലനിൽക്കുകയും ചെയ്യും. സെബാസ്റ്റ്യൻ പോൾ, ഇപ്പോൾ സാധാരണക്കാർ ഇക്കാര്യത്തെ എങ്ങനെ കാണുന്നു, പാർട്ടി പ്രവർത്തകർ എങ്ങനെ കാണുന്നു എന്നൊരു ചർച്ചയാണ് ഇവിടെ നടന്നത്. പക്ഷേ VS സമ്മേളനത്തിലേക്ക് തിരിച്ചു പോവുകയാണെങ്കിൽ അത് എന്തൊരു തിരിച്ചുപോക്കായിരിക്കും, എന്തൊരു നാണം കെട്ട തിരിച്ചുപോക്കായിരിക്കും എന്നൊരു പരാമർശം ഈ ചർച്ചയിൽ നേരത്തെ രാമചന്ദ്രൻ എന്ന നിരീക്ഷകനിൽ നിന്നുണ്ടായി. ഇപ്പോഴും ആ ജാള്യതയുടെയൊന്നും ആവശ്യമില്ല എന്ന തരത്തിലുള്ളൊരു പരാമർശം ഇവിടെ ഉണ്ടായി. അങ്ങനെ ഉണ്ടോ? അദ്ദേഹത്തിന് തെറ്റുപറ്റി, അദ്ദേഹം ഇറങ്ങിപ്പോന്നതിൽ തെറ്റുപറ്റി എന്ന് പാർട്ടി നേതൃത്വം വിലയിരുത്തിയിരിക്കുന്നു. അത് അദ്ദേഹത്തെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കുന്നു. അത് ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് VS അച്യുതാനന്ദൻ സംസ്ഥാന സമ്മേളനത്തിലേക്ക് ആ തെറ്റ് അംഗീകരിച്ചുകൊണ്ട് ആ തെറ്റ് തിരുത്തിക്കൊണ്ട് തിരിച്ചു ചെല്ലുന്നതിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് നാണക്കേട്, ജാള്യത തുടങ്ങിയ വികാരങ്ങളുടെ ആവശ്യമുണ്ടോ? കഴിഞ്ഞ ദിവസം ഈ സംഭവവികാസങ്ങളിലാകെ ദുഃഖമുണ്ട് എന്ന് പറഞ്ഞ ഒരു CPIM സഹയാത്രികനായ നിരീക്ഷകനാണ് താങ്കൾ. ഇന്നത്തെ ഈ സംഭവവികാസത്തെ താങ്കൾ എങ്ങനെ കാണുന്നു? തിരിച്ചു പോകുന്നതിൽ VSന് നാണക്കേടുണ്ടാവേണ്ട കാര്യമുണ്ടോ? തെറ്റുതിരുത്തുന്നതിൽ നാണക്കേട് തോന്നേണ്ട കാര്യമില്ല. അത് കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിലും അല്ലെങ്കിലും തെറ്റ് എന്ന് ബോധ്യം വന്നാൽ അത് തിരുത്താം. പക്ഷെ ഇവിടെ ഉള്ളത് VS അച്യുതാനന്ദൻ എന്നത് ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റാണ്, അല്ലെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റാണ്. അദ്ദേഹം ഒരു ആലോചനയുമില്ലാതെ ഒരു എടുത്തുചാട്ടം, ആ എടുത്തുചാടി അദ്ദേഹം ഇപ്പോൾ തിരുവനന്തപുരം വരെ എത്തി നിൽക്കുകയാണ്. അവിടെ നിന്ന് നാളെ തിരുവനന്തപുരത്തേക്ക് പോയതിനേക്കാൾ കൂടുതൽ വേഗതയിൽ തിരിച്ച് ആലപ്പുഴയ്ക്ക് മടങ്ങി വരിക, സമ്മേളനത്തിൽ പങ്കെടുക്കുക, അതൊക്കെ അതിലൊരു ജാള്യത മനുഷ്യനാണല്ലോ, സ്വാഭാവികമായും ഉണ്ടാകും. ആ ജാള്യതയെ അതിജീവിച്ചുകൊണ്ട് മനസ്താപത്തോടെ സ്വന്തം പാർട്ടിയിലേക്ക് സ്വയം താൻ ആ സൃഷ്ടികർമ്മത്തിൽ കൂടി പങ്കെടുത്ത ആളെന്ന നിലയിലുള്ള ചരിത്രപരമായ ബോധ്യത്തോടെ ഈ പ്രസ്ഥാനത്തിലേക്ക് തിരിച്ചു വരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞാൽ അത് വലിയൊരു നേട്ടം തന്നെയായിരിക്കും. അങ്ങനെ തിരിച്ചു വന്നാൽ നമ്മൾ ഇന്ന് ഇപ്പോൾ ചർച്ച ചെയ്യുന്ന ഈ ജാള്യതയും മാനഹാനിയും നാണക്കേടും ഒക്കെ ജനങ്ങൾ അദ്ദേഹത്തിനും അത് മറക്കാൻ കഴിയണം. മനോജ്, ഈ ചർച്ചയിൽക്കിടയിൽ അരമണിക്കൂറിൽ ഒരിക്കൽ എന്ന പോലെ നിരീക്ഷകരിൽ നിന്ന് പൊന്തി വന്നിരുന്ന ഒരു സെന്റൻസാണ് പാർട്ടിയിൽ ഫാസിസ്റ്റ് മനോഭാവം ആരോപിക്കുന്നതിലൂടെ VS അച്യുതാനന്ദൻ പാർട്ടി വിരുദ്ധ മാനസികാവസ്ഥയിലേക്ക് തരം താണിരിക്കുന്നു എന്ന പാർട്ടി സെക്രട്ടേറിയറ്റിൻ്റെ ആ പ്രമേയത്തിലെ വാക്യം. അത് അച്യുതാനന്ദനെ വല്ലാതെ വേദനിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. സത്യത്തിൽ അങ്ങനെ ഒരു വിമർശനം അത് അസ്ഥാനത്താണ് എന്ന് അച്യുതാനന്ദൻ വാദിക്കാം. VSന് അങ്ങനെ തോന്നാം, അങ്ങനെ അവകാശപ്പെടാനുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിനുണ്ട്. അങ്ങനെ ഒരു വിമർശനം ഉയർന്നു വന്നെങ്കിൽ വിമർശനങ്ങൾ ഉണ്ടാകുമ്പോൾ അത് എടുത്തു വയ്ക്കാനുള്ള
ഒരു സ്ഥലത്ത് എടുത്തു വെച്ചുകൊണ്ട് അത് അസ്ഥാനത്താണെന്ന് തെളിയിക്കാനുള്ള ഒരു അവസരം കൂടി VS കൈവരികയല്ലേ അദ്ദേഹം തിരിച്ചു വരുമ്പോൾ? ഞാൻ പാർട്ടി വിരുദ്ധനല്ല. ആ വിമർശനം ഉണ്ടെങ്കിൽ ഞാനത് ഏറ്റുവാങ്ങിയിരിക്കുന്നു. അത് തെറ്റാണെന്ന് വരുത്താൻ വേണ്ടി പാർട്ടി സമ്മേളനത്തിലേക്ക് തിരിച്ചെത്തുന്നു. അങ്ങനെ ഒരു മനോഭാവത്തെ അദ്ദേഹത്തിന് തിരിച്ചു വരാനുള്ളൊരു അവസരം കൂടിയല്ലേ ഒരുങ്ങിയിരിക്കുന്നത്? മനോജ് ഇതിനെ എങ്ങനെ കാണുന്നു? പാർട്ടി അംഗം എന്ന നിലയ്ക്കുള്ള പരിമിതികൾ താങ്കൾക്കുണ്ട്, എങ്കിലും എങ്ങനെ കാണുന്നു? ചന്ദ്രശേഖര, അത് പറയാൻ അത്ര പരിമിതിയൊന്നുമില്ല. കാരണം പാർട്ടിയെ ഞങ്ങളൊക്കെ കാണുന്നത് സ്വന്തം അമ്മയെ പോലെയാണ്. സ്വന്തം അമ്മയോട് ചിലപ്പോൾ നമ്മൾ വളരെ രൂക്ഷമായി പെരുമാറിയെന്നിരിക്കും, അമ്മ നമ്മളോട് ക്ഷമിക്കും. അമ്മയോട് നമ്മൾ തെറ്റ് ചെയ്തെന്നിരിക്കും, അല്ലെങ്കിൽ അമ്മയ്ക്ക് വിഷമകരമാകുന്ന കാര്യങ്ങളിൽ നമ്മൾ ഏർപ്പെട്ടു വന്നിരിക്കും, എന്നാലും അമ്മ അത് ക്ഷമിക്കും. അങ്ങനെ ഒരു അമ്മയുടെ ഭാവമാണ് ഞങ്ങളൊക്കെ പാർട്ടിക്ക് കാണുന്നത്. ആ അമ്മയുടെ മുന്നിൽ കടന്നു ചെല്ലുന്നതിന് എന്തിനാ ജാള്യം? അമ്മ ഒരു ശിക്ഷ വിധിച്ചാൽ ആ ശിക്ഷ ഏറ്റുവാങ്ങുന്നതിന് എന്തിനാണ് വിഷമം? അതുകൊണ്ട് ഇതിൽ ജാള്യത്തിൻ്റെ പ്രശ്നമില്ല, വിഷമത്തിൻ്റെ പ്രശ്നമില്ല. മറിച്ച് ഇതുപോലെയുള്ള കുറ്റപ്പെടുത്തലുകൾ, അതുപോലെ ശിക്ഷാവിധികൾ, അതുപോലെ ത്യാഗങ്ങൾ ഒക്കെ അനുഭവിച്ചുകൊണ്ടാണല്ലോ ഓരോ കമ്മ്യൂണിസ്റ്റുകാരും വളർന്നു വരുന്നത്. ആ പ്രവർത്തനങ്ങൾ, നമ്മളെല്ലാം മനുഷ്യരാണല്ലോ. VS ഒരു തെറ്റുപറ്റി, അത് പാർട്ടി ചൂണ്ടിക്കാട്ടി. ആ ചൂണ്ടിക്കാട്ടിയ തെറ്റ് അത് VS ഉൾക്കൊള്ളുന്നു, തിരിച്ചു വരുന്നു. അത് സ്വാഭാവികമായ പ്രക്രിയയാണ്. നമുക്ക് നമ്മുടെ ദൈനംദിന ജീവിതത്തിലടക്കം നമ്മൾ എന്നും അഭിമുഖീകരിക്കുന്ന പ്രക്രിയയാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ഈ പാർട്ടി VS ശിക്ഷിച്ചതുകൊണ്ട് VS പിണങ്ങിപ്പോകുന്നു, VS ഇനി ഒരിക്കലും പാർട്ടിയിലേക്ക് തിരിച്ചു വരുന്നില്ല എന്നൊരു ധാരണ കമ്മ്യൂണിസ്റ്റുകാരെക്കുറിച്ച്, കമ്മ്യൂണിസ്റ്റുകാരുടെ ജീവിതത്തെക്കുറിച്ച്, അവരുടെ ഭൂതകാലത്തെക്കുറിച്ച് ധരിക്കുന്ന ആർക്കും ഉണ്ടാവാൻ വഴിയില്ല എന്ന് തന്നെയാണ്. അതാണ് എനിക്ക് തോന്നുന്നത് ചന്ദ്രശേഖരൻ ചോദിച്ച ചോദ്യത്തിൻ്റെ യഥാർത്ഥ ഉത്തരം അതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ PP ജെയിംസ്, അത് തന്നെയല്ലേ വിലയിരുത്തപ്പെടേണ്ടത്? ആ രീതിയിൽ തന്നെ പെരുമാറാൻ സാധ്യതയുള്ള പല തവണ ഇതുപോലെയുള്ള നടപടികൾക്ക് പലരും വിധേയനായിട്ടുണ്ട്. VS തന്നെ വിധേയനായിട്ടുണ്ട്. VS തന്നെ ഇത് തന്നെ പറഞ്ഞുകൊണ്ട് തിരിച്ച് വന്നിട്ടുമുണ്ട്. എൻ്റെ ഒരു ഇടപെടൽ ഇത്ര തലമുതിർന്ന എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്നുള്ള നിലയ്ക്കുള്ള എൻ്റെ ഒരു ചെയ്തികൾ ഒരുപക്ഷെ ഞാൻ തുടർന്നുകൊണ്ടിരിക്കും ഈ പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് തന്നെ എന്ന് പറയുമ്പോഴും ഏത് ശിക്ഷയും ഏറ്റുവാങ്ങിക്കൊണ്ട് പാർട്ടിയിൽ തുടരും എന്ന് തെളിയിച്ചിട്ടുള്ള ആൾ കൂടിയാണ് VS. അതുകൊണ്ട് തന്നെ അതിനെ എന്തിന് ഇനിയുള്ള മണിക്കൂറുകൾ അങ്ങനെ സംശയത്തോടു കൂടി കാണണം? അല്ല, ഇതിൽ ഞാൻ പറഞ്ഞില്ല, ഇതിൽ എന്ത് കാര്യങ്ങളും സംഭവിക്കാം. കാരണം VS ആലപ്പുഴയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ പെട്ടെന്ന് മടങ്ങാൻ വേണ്ടി പോകുന്നു എന്ന് ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയിൽ കാണുന്നില്ല. ഇപ്പോൾ മനോജൊക്കെ ആധികാരികമായിട്ട് പാർട്ടിയുടെ ലൈനിൽ നിന്ന് സംസാരിക്കുന്നു. മനോജിന് ഒരു എക്സ്ക്യൂസുകൾ കാണാൻ പറ്റുന്ന ആളാണ്. അല്ല, എക്സ്ക്യൂസുകൾ കാണാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 തവണ അദ്ദേഹം ഫൈറ്റ് ചെയ്തപ്പോഴും അദ്ദേഹത്തിന് പാർട്ടി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കാൻ പാർട്ടി തീരുമാനം മാറ്റിക്കൊണ്ട് തയ്യാറായി. ഇത്തവണത്തെ ഇതിൽ പാർട്ടി വളരെ അഡമൻ്റായിട്ട് പറഞ്ഞിരിക്കുകയാണ് തിരിച്ചു വരാൻ, വിത്തൗട്ട് എനി കണ്ടീഷൻ, നിരുപാധികം വരാൻ പറഞ്ഞിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇതിൽ നിൽക്കുന്നു. VS പോലൊരാൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇപ്പോൾ നാളെ തിരിച്ചു പോകണമെന്നില്ല. ഈ പറഞ്ഞ ഒരു പറയാം, ആ ഓപ്ഷൻസ് അല്ലേ ആദ്യം നിൽക്കുന്നത്? തിരിച്ചുപോക്കാണോ? അല്ല, തിരിച്ചുപോക്കോ ആദ്യ ഓപ്ഷൻ അല്ല. അല്ല, തിരിച്ചുപോക്കല്ല. എന്തുകൊണ്ട്? വേണമെങ്കിൽ പറയാം, ഞാൻ ഇത്രയും വയസ്സായി, എനിക്ക് ശാരീരിക അസ്വസ്ഥയുണ്ട്, എനിക്കിനി തിരിച്ചു വരാൻ കഴിയില്ല എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ മറുപടി പറയാം. ഇല്ലെങ്കിൽ പ്രതിപക്ഷ നേതൃസ്ഥാനം നാളെ മാധ്യമങ്ങളെ കണ്ട് ഞാൻ പാർട്ടിയിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് ഞാൻ തുടരും, എനിക്ക് സ്ഥാനമാനങ്ങളൊന്നും വേണ്ട, ഞാൻ പ്രതിപക്ഷ നേതൃസ്ഥാനം രാജിവെക്കാൻ തയ്യാറാണ് എന്ന് പാർട്ടി ജനറൽ സെക്രട്ടറിയെ അറിയിക്കുന്നു. പക്ഷേ രാജിവെക്കണമെന്നില്ല, ഞാൻ പറഞ്ഞ ഓപ്ഷൻസ് ആണ്. രാജിവെക്കാൻ തയ്യാറാണ്, പക്ഷേ ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനായി തുടരും, എനിക്ക് സംസ്ഥാന കമ്മിറ്റിയിൽ അംഗത്വം വേണ്ട, മറ്റു പ്രധാനപ്പെട്ട ഒരു ഇതിലും അംഗത്വം വേണ്ട. പാർട്ടിയാണ് അറിയിക്കുക, അല്ലാതെ മാധ്യമങ്ങളിലൂടെ പറയാൻ പറ്റുന്ന കാര്യമല്ല. അല്ല, ഞാൻ പറയുന്നത് അത് ചിലപ്പോൾ ഒരു മാധ്യമങ്ങളിലൂടെ പറയുന്ന കാര്യങ്ങൾ വ്യത്യസ്തമായിരിക്കാം. ഒരുപക്ഷെ ഈ നേരത്തെ ജോസഫ് സി മാത്യു ഒക്കെ വന്ന് ചർച്ച ചെയ്തെന്ന് പറഞ്ഞു, ഒരുപക്ഷെ തയ്യാറാക്കുന്ന VS തയ്യാറാക്കി ഇപ്പോൾ തന്നെ തയ്യാറാക്കിയ ഒരു തീരുമാനത്തിൻ്റെ ഒരു ഇതുണ്ടാവും. സ്വാഭാവികമായിട്ടും VS നിൽക്കുന്ന ഒരു പൊസിഷനിൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, VSന് ഇപ്പോൾ നിങ്ങൾ പറയുന്ന പാർട്ടി ലൈനും മറ്റു കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടുള്ള ഒരു കീഴടങ്ങൽ, അത് ഇപ്പോൾ അമ്മയുടെ അടുത്ത് പോയി മാപ്പ് പറഞ്ഞ് VSൻ്റെ ഒരു പ്രായം, VS കടന്നു പോയിട്ടുള്ള ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഒരു മനുഷ്യന് എത്താവുന്നതിൻ്റെ അപ്പുറത്ത് ഉള്ള ഒരു 2 ജന്മത്തിലൂടെ കടന്നുപോയ ഒരാളാണ് VS. ഞാൻ നേരത്തെ പറഞ്ഞ അദ്ദേഹം ഒരു വ്യക്തിയായിട്ട് കാണുന്നത് ഒരു പ്രതീകം കൂടിയാണ്. അങ്ങനെ ഒരാൾ കോംപ്രമൈസ് ചെയ്ത് എന്താ പറയുക ചെല്ലുക എന്ന് പറയുമ്പോൾ അതും വിത്തൗട്ട് നിങ്ങൾ അതൊരു നിലപാടാണ്. ആ നിലപാട് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇതിലൊന്നും പോകുന്നില്ല. ഞാൻ താങ്കളിലേക്ക് വരികയാണ്. പാർട്ടി വെച്ച നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട്
VS സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത് കടുത്ത അച്ചടക്ക ലംഘനമാണ്. അദ്ദേഹം വിലപേശാൻ ശ്രമിക്കരുത്, ഒരു വിലപേശലിനും പാർട്ടി തയ്യാറല്ല, പാർട്ടിയിൽ ശിഥിലീകരണ പ്രവർത്തനങ്ങളും ഛിദ്രീകരണ പ്രവർത്തനങ്ങളും അനുവദിക്കില്ല എന്ന ആ ഒരു തീരുമാനം വഴങ്ങിക്കൊണ്ട് പാർട്ടിക്ക് അതീതനായി ആരും ഇല്ല എന്ന പ്രഖ്യാപനത്തിന് കീഴ്പ്പെട്ടുകൊണ്ട് സമ്മേളനത്തിലേക്ക് തിരിച്ചു പോകാൻ സാധ്യതയില്ല. അത്തരത്തിലുള്ള ഒരു കീഴടങ്ങലാണത്. അതിന് സാധ്യതയില്ല എന്ന് ജെയിംസ് വിലയിരുത്തുന്നു. എന്തു പറയുന്നു? ഓപ്ഷനാണ് പറഞ്ഞത് കേട്ടോ. ആദ്യത്തെ ഓപ്ഷൻ കീഴടങ്ങിക്കൊണ്ട് തിരിച്ചു പോകില്ല എന്നാണ് പറഞ്ഞത്. അവിടെ തന്നെ ഉറച്ചു അതെ അതെ അത് തന്നെയാണ് നമ്മൾ അത് VS നാളെ തിരിച്ച് ആലപ്പുഴയിൽ എത്തിയാൽ ഉള്ളൊരു സന്തോഷം അത് ഈ കേരളത്തിലെ എല്ലാവർക്കും ഉണ്ടാകും, പ്രത്യേകിച്ച് പാർട്ടി പ്രവർത്തകർക്ക്. അതുകൊണ്ട് അങ്ങനെ തന്നെ നാളെ സംഭവിച്ചു കൊള്ളണം എന്നില്ല. ഇന്ന് പാർട്ടി ഉന്നത തലങ്ങളിൽ പൊളിറ്റ് ബ്യൂറോ തന്നെ ഇടപെട്ടുകൊണ്ട് നടത്തിയിട്ടുള്ള ഒരു പ്രതികരണമുണ്ടല്ലോ. ആ പ്രതികരണം എന്നത് VSനെ കഠിനമായി കുറ്റപ്പെടുത്തുന്നതാണ്. VS തെറ്റ് ചെയ്തിരിക്കുന്നു, ആ തെറ്റ് മനസ്സിലാക്കി അത് തിരുത്തിക്കൊണ്ട് തിരിച്ചു വരണം എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായും VS അച്യുതാനന്ദൻ അംഗീകരിച്ചു കൊള്ളണമെന്നില്ല. പക്ഷെ നമ്മൾ ഈ ചർച്ചയുടെ ഒരു ഘട്ടത്തിൽ അങ്ങനെ ഒരു ആലോചിച്ചു പോയത്, അങ്ങനെ അദ്ദേഹം വരാൻ തയ്യാറായാൽ എല്ലാ പ്രശ്നങ്ങളും എല്ലാം ഭംഗിയായി അത് അവസാനിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നൊരു നിഷ്കളങ്കമായ ആഗ്രഹ പ്രകടനം മാത്രമാണ്. പക്ഷേ ജെയിംസ് ഉന്നയിക്കുന്ന ആശങ്കകൾ എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. നാളെ ഇതേ രൂപത്തിൽ ഇതെല്ലാം സംഭവിച്ചു കൊള്ളണം എന്നില്ല. തീർച്ചയായിട്ടും നാളെ രാവിലെ 11 മണിക്ക് എന്താണ് സംഭവിക്കുക എന്നുള്ളത് കേരളം മുഴുവൻ ഉറ്റു നോക്കുമ്പോൾ പാർട്ടിക്ക് നാളെ പ്രധാനപ്പെട്ട ദിവസമാണ്. CPM-ന് പല നിർണായക സമിതികളുടെയും രൂപീകരണ ദിവസമാണ്. അങ്ങനെയുള്ള പുതിയ പല മേഖലകളിലേക്കും രാഷ്ട്രീയത്തിലേക്കും കടക്കാൻ പോകുന്ന പാർട്ടി കേരള രാഷ്ട്രീയത്തിൽ നിർണായകമായ ദിവസം തന്നെയാണ് നാളെയും. 5 മണിക്ക് തുടങ്ങിയ ചർച്ചയാണിത്. അത് അവസാനിക്കാൻ ഇനി 3 മിനിറ്റുകൾ മാത്രമാണ് ഉള്ളത്. ഇപ്പോൾ എല്ലാ കണ്ണുകളും കന്റോൺമെൻറ്റ് ഹൗസിലേക്ക് നോക്കി നിൽക്കുകയാണ്. അവിടെ നിന്ന് കറുത്ത പുകയോ വെളുത്ത പുകയോ ഉണ്ടാവുക എന്ന ഒരു പ്രതീക്ഷ, ചിന്ത പങ്കുവെക്കാനുള്ള സമയം മാത്രമേ ഉള്ളൂ. ജെയിംസ് ഒറ്റവാക്കിൽ ഉത്തരം, കറുത്ത പുകയോ വെളുത്ത പുകയോ? അല്ല, ഞാൻ പറഞ്ഞില്ല അങ്ങനെ കറുത്ത പുകയോ വെളുത്ത പുകയോ എന്ന് പറയാൻ പറ്റില്ല, പറയാനാവില്ല. അല്ല, എന്ത് കാര്യം അറിയോ, അദ്ദേഹത്തെ വേണമെങ്കിൽ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് പോകാത്തതിന്റെ പേരിൽ ഒഴിവാക്കാം. അപ്പോൾ അദ്ദേഹം കേന്ദ്ര കമ്മിറ്റി അംഗമാണ്, അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിട്ടു പോകുന്നില്ല. പിന്നെ ആകെയുള്ളത് പ്രതിപക്ഷ നേതൃസ്ഥാനം വേണമെന്ന് വെക്കുക. സമയമില്ല. സെബാസ്റ്റ്യൻ പോൾ, കറുത്ത പുകയോ വെളുത്ത പുകയോ? കന്റോൺമെന്റ് ഹൗസിൽ നിന്ന് നാളെ 11 മണിയോടെ എന്ത് തീരുമാനം ഉണ്ടാകുമെന്നാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? ഒറ്റ വാക്യത്തിൽ. അല്ല, ഒരു രാത്രിയിലേക്ക് വെളുത്ത പുക സ്വപ്നം കാണുന്നതിൽ തെറ്റില്ല. തീർച്ചയായും. PM മനോജ്, ഇതേപോലെ ഒറ്റവാക്യത്തിൽ അവസാനിപ്പിക്കുക. അതായത് എൻ്റെ ആഗ്രഹം വെളുത്ത പുകയാണ്, ജെയിംസിന്റെ ആഗ്രഹം കറുത്ത പുകയാണ്. എനിക്ക് വെളുത്ത പുക തന്നെ വരുമെന്നാണ് എൻ്റെ. തീർച്ചയായും സംഘർഷത്തിലേക്ക് പോകാതിരിക്കുക. എന്തായാലും ഈ ചർച്ച ഇവിടെ അവസാനിക്കുകയാണ്. എന്തു പുകയുണ്ടാകും എന്നതിനെക്കുറിച്ച് ആങ്കർമാരായ ഞങ്ങളും പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. അത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ ചർച്ചയിൽ പങ്കെടുത്ത സെബാസ്റ്റ്യൻ പോളിനും PP ജെയിംസിനും PM മനോജിനും അതുപോലെ നേരത്തെയുള്ള മണിക്കൂറുകളിൽ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നമസ്കാരം.